അത് ആർട്ടിക്കിൾ വായിക്കാൻ പറയണം. ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ ചൂണ്ടിക്കാണിക്കാം. എല്ലാറ്റിൻ്റെയും ആ റിപ്പോർട്ട്സായി അഥവാ ആ റിപ്പോർട്ടിൽ വല്ല കുറ്റമുണ്ടെങ്കിൽ നമുക്ക് തർക്കിക്കണം. ഞാൻ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും എല്ലാ സംസ്ഥാനത്തിൻ്റെയും ഒരു റിപ്പോർട്ടാണ്. അത് ഞാനോ ഒരു ഇന്ത്യൻ സ്ഥാപനമല്ല ഇറക്കിയിരിക്കുന്നത്. അത് ഇൻ്റർനെറ്റിൽ നിങ്ങൾ കയറിയിട്ട് നോക്കിക്കോളൂ, ഗൂഗിളിൽ എവിടെ നിന്നാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത്. എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ. നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും CPM-നെയും പുറത്ത് അത് ചെയ്തിട്ടില്ല, ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാം, അത് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് വേറെ ഏത് മേഖലയെ കുറിച്ച് തൊട്ടിട്ടില്ല. ഒരു കാര്യം മാത്രം, സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രനർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതും ഇംഗ്ലീഷിലാണ് എഴുതിയത്, വായിച്ചു നോക്കിയാൽ അറിയാം. മൂന്നാമത്തത്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ റെപ്യൂട്ടേഷൻ മൊത്തം നെഗറ്റീവായിരുന്നു, ഇപ്പോൾ നോക്കൂ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പുരോഗതിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്, വല്ല അതിശയോക്തി നിറഞ്ഞതാണ്. വ്യവസായ മന്ത്രി പറഞ്ഞ ഈ അവകാശവാദത്തെ അദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയുക, ശശി തരൂർ ഒന്ന് അന്വേഷിക്കട്ടെ. 2 മിനിറ്റ് കൊണ്ട് ഒരു പുതിയ സംരംഭത്തിന് ലൈസൻസ് കിട്ടിയ ഒരു 10 കേസ് അദ്ദേഹം അതിൻ്റെ ഉദാഹരണ സഹിതം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തെ നമുക്ക് വിലമതിക്കാം. കേരളത്തിൽ വന്ന മാറ്റം, അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയതാണ് ആന്റണി ഗവൺമെന്റ് കാലത്തുള്ള എമർജിങ് കേരളയും ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റും ജിമ്മും എമർജിങ് കേരളയും ഒക്കെ. IT-യിലൊക്കെ വലിയ ഇവന്റൊക്കെ നടത്തി വലിയ കമ്പനികൾ. ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം പോയി ഇൻഫോസിസ് ക്യാമ്പസ് അവരെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി. സാധാരണഗതിയിൽ ശ്രീ ആന്റണി അങ്ങനൊന്നും പോകുന്നതല്ല, പോയി. പക്ഷെ ആ സ്വാഭാവിക പ്രക്രിയ ഇവിടെ നടന്നു വരുന്ന നശീകരണ പ്രക്രിയയുടെ ഭാഗമല്ല. അതാണൊരു പ്രത്യേകത. ഇവിടെ ഇത്തരം കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് വലിയ തോതിൽ നിഷേധ രൂപത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടാൻ വല്ലാത്ത താല്പര്യമാണ് ചിലർ കാണിക്കാറുള്ളത്. അപ്പോൾ അവർക്കെല്ലാം ഇത് വലിയ വിഷമമുണ്ടാക്കി. എന്നിട്ട് ആ വിഷമമുണ്ടാക്കിയതിൻ്റെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങൾ നോക്കണം. കേരളം വ്യവസായ സൗഹൃദമല്ല, വ്യവസായ സൗഹൃദമായ സംസ്ഥാനമല്ല എന്ന് ഒരാൾ പരസ്യമായി പറയുകയാണ്. അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്ത് മന്ത്രി പദവിയുള്ള ആളാണ്. അദ്ദേഹം അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷമല്ലല്ലോ, അസംബ്ലിയിൽ ഭരണപക്ഷം ഉള്ളത് കൊണ്ടാണല്ലോ പ്രതിപക്ഷം വരുന്നത്. അപ്പം അത് ഭരണപക്ഷത്തിൻ്റെ മുന്നിലുള്ള പ്രതിപക്ഷം മാത്രമേ നാടിൻ്റെ പ്രതിപക്ഷമായി മാറാൻ പാടുള്ളൂ. തരൂർ അങ്ങനെയാണ്, ഒറ്റയ്ക്കൊരു കോൺഗ്രസ്സാണ്. പാർട്ടിയെ തിരുത്തിപ്പറയൽ മുൻപുമുണ്ടായിട്ടുണ്ട്. ഇത്തവണ നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശനത്തെ പുകഴ്ത്തിയും പിണറായിയുടെ വ്യവസായ വകുപ്പിനെ വാഴ്ത്തിയുമാണ് കോൺഗ്രസിനെ വെട്ടിലാക്കിയത്. തരൂർ ഉന്നം വയ്ക്കുന്നത് എന്ത്? ആരുടെയെങ്കിലും വരുതിയിലോ വിശ്വപൗരൻ? കോൺഗ്രസും തരൂരും വെവ്വേറെയോ? തരൂരിൻ്റേത് പുതിയ സ്റ്റാർട്ടപ്പോ? സ്വാഗതം ജനം ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി BJP നേതാവ് TP ജയചന്ദ്രൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇടതു നിരീക്ഷകൻ ഡോക്ടർ B ജയരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ MK ഹരിദാസ് എന്നിവരൊപ്പം ചേരും. ആദ്യം ശ്രീ MK ഹരിദാസ്, തരൂർ ഉന്നം വയ്ക്കുന്നത് എന്ത്? പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമായിട്ട് തരൂർ മാറിയിട്ട് കുറച്ചു കാലങ്ങളായി. നമുക്കറിയാം, 1 വർഷം മുമ്പ് അദ്ദേഹം ഒരു കേരള പര്യടനം നടത്തുകയും അതിന് കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയൊന്നും കിട്ടാത്തൊരു സാഹചര്യം വരികയും മുസ്ലിം ലീഗ് ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അതുമാതിരി തന്നെ സ്വീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ തരൂര് ചെയ്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്വയം ഒരു മുഖ്യമന്ത്രി കുപ്പായം അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ സ്വയം ഒരു മുഖ്യമന്ത്രി കുപ്പായത്തിന് അളവെടുത്ത് വെച്ചു എന്നുള്ളൊരു സംശയം അന്ന് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ തരൂരുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ ഇപ്പൊ തന്നെ സുധാകരൻ, രമേശ് ചെന്നിത്തല, അതുമാതിരി തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയ 3 സംഘം
ആരാവണം പ്രധാന മുഖ്യമന്ത്രി എന്ന കാര്യത്തിലുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാലാമത് ഒരു വാല ഇളകാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ബോധം തരൂരിന് ഉണ്ടാവാതെ പോയി എന്നുള്ളത്, വിശ്വപൗരനാണെന്നും അദ്ദേഹം ലോകത്തെ അറിഞ്ഞിട്ടുള്ള ഒരാളും കേരളത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ കേരള രാഷ്ട്രീയത്തിലെ അന്തർധാരകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കോൺഗ്രസിലെ അന്തർധാരകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ സാധിക്കാതെ പോയതിന്റെ പ്രതിഫലനമാണ് എനിക്ക് കോൺഗ്രസ് ഭവനിൽ ഒരു റൂം തന്നില്ല, അല്ലെങ്കിൽ കസാല തന്നില്ല, വേണ്ടത്ര പ്രാതിനിധ്യം എനിക്ക് പാർലമെന്റിൽ ലഭിക്കുന്നില്ല തുടങ്ങിയ അദ്ദേഹത്തിന്റെ നമ്മൾ പറയില്ലേ പരാതികൾക്കൊക്കെ ഉള്ള അടിസ്ഥാന ഘടകം എന്താണ് കേരളത്തിലെ കോൺഗ്രസ് എന്നുള്ളത് 10-20 കൊല്ലമായിട്ട് കോൺഗ്രസിൽ കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. അപ്പോ അദ്ദേഹം വിശ്വപൗരനാണ്, വിശ്വനായരാണ് എന്നൊക്കെ പദവികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സമുദായ സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ വി.ഡി. സതീശൻ, അതുമാതിരി തന്നെ കെ. സുധാകരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ ആ ത്രയംബകത്തെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കാതെയാണ് അദ്ദേഹം ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പൊട്ടി എന്ന് ഭാഗികമായി പൊട്ടിയൊലിക്കുന്നതിന്റെ ഒരു ഇതാണ് അദ്ദേഹം ആ ഫേസ്ബുക്കിൽ കുറിക്കാനുണ്ടായ കാരണം. പ്രതിപക്ഷത്തിരിക്കുന്നവരാരായിരുന്നാലും ഭരണപക്ഷം എന്ത് നല്ലത് ചെയ്താലും, ഇപ്പോ ഇന്ന് എനിക്ക് വളരെ തമാശ തോന്നിയത് കൃഷ്ണരാജ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കുകളാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് എന്താണ്, എതിർപ്പ് നാടിനോടാകരുത് എന്ന് അദ്ദേഹം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 കൊല്ലം മുമ്പ് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രം ഇത്തരത്തിലൊരു ബോധം വന്നിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേരളം നമ്മുടെ മറ്റ് 29 സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുന്നിലാവേണ്ട ഒരു അവസ്ഥയിലേക്കായിരുന്നു. എതിർപ്പ് നാടിനോടാകരുത്, എതിർപ്പ് രാഷ്ട്രീയത്തോടാകാം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം സംസാരിച്ചതെങ്കിൽ എതിർപ്പ് നാടിനോട് മാത്രമായിട്ട് ഏത് അച്യുതാനന്ദൻ ഭരിച്ച 5 വർഷത്തിൽ പോലും അദ്ദേഹത്തെ അനങ്ങാൻ ഈ പിണറായി വിജയനും ഗ്രൂപ്പും സമ്മതിച്ചിട്ടില്ല. കേവലം ഒരു മുഖ്യമന്ത്രി, ഡെമ്മി മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുക മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ. ആ 5 വർഷം പോലും കേരളത്തിലെ ഒരു വികസനവും നടക്കാതെ ഒരു മുരടിപ്പ് വന്ന അവസ്ഥയിലേക്ക് 5 വർഷം കൊണ്ടു ചെന്ന് എത്തിച്ചു. ഉമ്മൻചാണ്ടിയുടെ 2 ഭരണകാലത്തും അത് ഒരു വാട്ടർ ടാങ്ക് പണിയാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞാൽ പോലും അതിലെ രാഷ്ട്രീയം കൊണ്ടുവന്ന് അങ്ങേയറ്റം എതിർത്തിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് ഇത്തരത്തിലൊരു തമാശ പറയുന്നത്, എതിർപ്പ് നാടിനോടാകരുത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിന്ത ആദ്യം വേണ്ടിയിരുന്നത് CPM-നും CPM-ന്റെ എക്കാലത്തെ നേതാവുമായ പിണറായി വിജയനും ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇന്നത്തെ ഇത്തരത്തിലൊരു അവസ്ഥ വരില്ല. ഇതിനെ കുറിച്ചിട്ട് ഇപ്പൊ നമുക്ക് പലതിനെ കുറിച്ച് ചിന്തിക്കുന്നതെല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു പ്രതിപക്ഷത്തിന്റെ ചുമതല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പ് മൂക്കിന്റെ താഴെ വന്ന് നിൽക്കുകയാണ്. ഒരു കൃത്യം 14 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇത്തരം ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ശശി തരൂരിനെ പോലെ വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവുമുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ ആയാലും സംസ്ഥാന സർക്കാരിനെ ആയാലും പുകഴ്ത്തിയത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമായി പോയി. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 2 മണിക്കൂർ കൊണ്ട് കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ എന്നുള്ള എന്താണ് അദ്ദേഹം അതിൽ അർത്ഥമാക്കുന്നത്? ഇവിടെ 2 മിനിറ്റ് 2 കൊല്ലം കൊണ്ട് തന്റെ ഒരു കൺവെൻഷൻ സെന്ററിന് അനുമതി കിട്ടാതെ ഒരു NRI വ്യവസായി തൂങ്ങി മരിച്ച സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു വാഗ്ദോരണി അദ്ദേഹം നടത്താനുണ്ടായ സാഹചര്യം എന്താണ്? വൈക്കത്ത് 25 കോടി രൂപ മുടക്കിയിട്ടുള്ള ഒരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി റോട്ടിൽ കിടന്നിട്ട് ഉരുളേണ്ട അവസ്ഥ വന്നിട്ടുള്ള ഈ സംസ്ഥാനത്ത് 2 മിനിറ്റ് കൊണ്ടൊരു വ്യവസായം തുടങ്ങാമെന്നുള്ള നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ഉദ്ധരിക്കുമ്പോൾ MK ഹരിദാസിന് ഇത്തരത്തിലുള്ള വിടുവായത്തങ്ങൾ പറയാം. പക്ഷെ ശശി തരൂർ അത് പറഞ്ഞത് ശരിയാണോ എന്ന് ആലോചിക്കണം. പറവൂരിൽ ഒരു ഫുഡ് പ്രോസസിംഗ് സെന്റർ തുടങ്ങാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിന്റെയും പഞ്ചായത്ത് ഓഫീസുകളുടെയും കൃത്യമായ രേഖകൾ കിട്ടാത്തത് കൊണ്ട് 1.25 കൊല്ലമായിട്ട് അവിടുത്തെ ഉപകരണങ്ങൾ തുരുമ്പ് പിടിച്ച കാര്യം നിങ്ങൾ ചാനലുകളൊക്കെ തന്നെയാണ് പ്രക്ഷേപണം ചെയ്തതും അച്ചടി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതും. എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉദാഹരണങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് 2 മിനിറ്റിലെ നമുക്ക് ഇവിടെ ഒരു ചായക്കട തുടങ്ങാൻ പറ്റുമോ? ഒരു ചായക്കട പോയിട്ട് ഒരു പെട്ടിക്കട തുടങ്ങാൻ പറ്റുമോ? ഒന്നും തുടങ്ങാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ 2 മിനിറ്റ് കൊണ്ട് കേരളത്തില് ഒരു വ്യവസായം തുടങ്ങാവുന്ന അവസ്ഥ സംജാതമായിട്ടുണ്ടെങ്കിൽ അത് അഭിനന്ദനാർഹമായ നേട്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കൊണ്ടുണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു വിടുവായത്വം അങ്ങേയറ്റം മോശമായിട്ട് നമ്മൾ പറയില്ലേ ഒരു 3rd റേറ്റ് കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം എത്തിയെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചിട്ട് ഒരു MP എന്ന നിലയ്ക്ക് ഒന്നും അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഒരേ സമയം നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നു, മറുവശത്ത്
പിണറായി വിജയൻ സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിനെയും പുകഴ്ത്തുന്നു. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കൽ മാത്രമോ തരൂരിന്റെ ലക്ഷ്യം? കൃഷ്ണരാജ്, കഴിഞ്ഞ കുറെ കാലമായി കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന അതിദയനീയമായ രാഷ്ട്രീയ ചിത്രമാണ് ഇവിടെ വരച്ചത്. നേരത്തെ G20 എന്ന പേരിൽ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസുമായി വിട പറയുകയോ കോൺഗ്രസിൽ നിശബ്ദരാക്കപ്പെടുകയോ സൈലൈൻ ചെയ്യപ്പെടുകയോ ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം എന്നുള്ളതാണ്. ഇത് കോൺഗ്രസിനകത്ത് കുറച്ചു കാലമായി ആരംഭിച്ചതാണ്. നോക്കൂ, ഹേമന്ത് ബിശ്വ ശർമ്മ അദ്ദേഹം ഒരിക്കൽ കൃത്യമായിട്ട് പറഞ്ഞു, ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ്, അതായത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ അദ്ദേഹം തയ്യാറാകുമായിരുന്നില്ല. അവസാനം സഹികെട്ട ഒരു ദിവസം അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വളർത്തുപട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. അത് ശ്രദ്ധിക്കുകയായിരുന്നു അദ്ദേഹം ഈ തരത്തിൽ ശ്രദ്ധിച്ചില്ല. ശശി തരൂരോട് നമുക്ക് യോജിക്കാം. പക്ഷേ ശശി തരൂര് വെളിപ്പെടുത്തുന്ന ചില വസ്തുതകളുണ്ട്. കോൺഗ്രസിനകത്ത് അദ്ദേഹം തുടങ്ങി വെച്ച ചില പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളൊക്കെ കോൺഗ്രസ് അവഗണിക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണ്? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റാണ് അദ്ദേഹം. ദേശീയ അധ്യക്ഷനാകാൻ മത്സരിച്ച് തോറ്റ ഒരാളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവുകൾ കോൺഗ്രസ് അംഗീകരിച്ചു. പക്ഷേ കേരളത്തിൽ അദ്ദേഹം വട്ടപൂജ്യമാണ്. കേരളത്തിലെ KPCC ഓഫീസിൽ ഒരു മുറിക്ക് വേണ്ടി അദ്ദേഹം കെഞ്ചിയപ്പെടും. അത് കൊടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഒഴിവന്ന മുറി മറ്റൊരു വനിതാ നേതാവിന് നൽകുകയുണ്ടായത്. കേരളത്തിലെ കോൺഗ്രസിന്റെ പൊതുവേദികളൊന്നും അദ്ദേഹം അടുപ്പിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ സതീശ് എന്റെ ചെപ്പക്കുറ്റിക്ക് ഒന്ന് കൊടുത്തിട്ട് ഒരു വാർത്താതാരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ജൽപ്പനങ്ങളെ, കഴിവുകേടുകളെ അദ്ദേഹത്തിന്റെ ചെവിക്കുറ്റിക്ക് ഒന്ന് കൊടുത്തിട്ട് അദ്ദേഹം ഒരു താരമാവുക എന്നുള്ളതാണ് ഇപ്പൊ അദ്ദേഹം അനുവർത്തിക്കുന്നത്. നോക്കൂ, അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതകളോട് നമുക്ക് വിയോജിക്കാം. വസ്തുത കൃത്യമായ വിയോജിപ്പും. ഒരുപക്ഷെ ഇടതുപക്ഷം പലപ്പോഴും പറയുന്ന മാതിരി, മറ്റ് അവരുടെ മാധ്യമങ്ങളിൽ പറയുന്ന മാതിരി ഒന്നുമല്ല വസ്തുതകളുടെ കിടപ്പ്. നോക്കൂ, അവരിപ്പോ ആകെ ചൂണ്ടിക്കാണിക്കുന്ന കൃഷ്ണരാജ് ഈസ് ഓഫ് ഡൂയിങ് റാങ്കിൽ അവർ ഒന്നാമതായി എന്നുള്ളത് പച്ചക്കള്ളമാണ് എന്ന് ഞാൻ ആധികാരികമായിട്ട് പറയും. കേരളം 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എന്തിനാണ്? ഏകജാലക സംവിധാനം, യൂട്ടിലിറ്റി അനുമതികൾ നൽകുന്ന കാര്യത്തില്, റവന്യൂ സർട്ടിഫിക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തില്, ഗതാഗത സൗകര്യങ്ങളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സേവനങ്ങളും നികുതി സംവിധാനത്തിലെ കാര്യക്ഷമതയുടെയും കാര്യത്തില് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുണ്ടാക്കിയ പരിവർത്തനം ഒന്നും കേരളം അനുവദിച്ചിരുന്നില്ല. കേരളം നൂറ്റാണ്ടുകൾക്ക് പുറകിലായിരുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് പോയപ്പോൾ, ഈ കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോയപ്പോൾ കേരളം മുന്നോട്ട് പോയില്ല. അപ്പൊ എന്ത് ചെയ്തു? കേരളം ഈ അടുത്ത സമയത്ത് അവിടെ ചില പരിവർത്തനം വരുത്തി. ആ കാര്യത്തിൽ സമീപകാലത്തുണ്ടായ മാറ്റം വരുത്തിയത്, അനങ്ങാപ്പാറ നയം സ്വീകരിച്ച കേരളം ഒരു ചെറിയ മാറ്റം വരുത്തി, അവർ മുന്നോട്ട് പോയി. ഇനി ഇവരുടെ വാദത്തിന്റെ മുനി പിടിക്കാൻ ഒറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാം. ജനുവരി മാസം 23-ാം തീയതി, ഈ ജനുവരി മാസം 23-ാം തീയതി സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വെച്ചിട്ട് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. ലോകമെമ്പാടുമുള്ള ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ, സംസ്ഥാന ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ, ദേശീയ ഭരണകൂടത്തിന്റെ പ്രതിനിധികളൊക്കെ ദാവോസിൽ ചേർന്നു. കേരളത്തിലെ കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിൽ വ്യവസായം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് 10 കോടി രൂപയായിരുന്നു വകയിരുത്തിയത്. കേരളത്തിലെ വ്യവസായ മന്ത്രി രാജീവനും KSIDCയുടെ ചെയർമാനും, പിന്നെ അതുകൂടാതെ നമ്മുടെ ജയതിലൊക്കെ വളർന്നത് വലിയ വമ്പൻ ടീം, കാരണം 10 കോടി ഉണ്ടല്ലോ, അവർ ദാവോസിൽ പോയി. ദാവോസിൽ പോയ വാർത്ത അദ്ദേഹം ഒരു ദേശീയ പത്രത്തിന് വിളിച്ചു പറഞ്ഞു കൊടുത്തത് നമ്മൾ കണ്ടു. പക്ഷെ അതിന്റെ കൂട്ടിക്കിഴിച്ചു നോക്കിയപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? നോക്കൂ, ദാവോസിൽ പോയ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും പോയിരുന്നു. ഞാൻ ആധികാരികമായിട്ട് ചൂണ്ടിക്കാണിക്കും. അവിടെ മഹാരാഷ്ട്ര പുതിയ AI സംവിധാനങ്ങളൊക്കെ വളരുകയാണ്. അദ്ദേഹം ഏതാണ്ട് 9,30,00,000 രൂപയുടെ വിദേശ നിക്ഷേപമാണ് മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ചത്. 9.3 ലക്ഷം കോടി രൂപ. എന്തിന് ഈ അടുത്ത രൂപം കൊണ്ട തെലുങ്കാന AI സാങ്കേതിക വിദ്യയിൽ 10,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം ആ ഒറ്റ ഇനത്തിൽ മാത്രം അവർക്ക് നേടി. പക്ഷെ നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഈസ് ഓഫ് ഡൂയിങ്ങിന് മുന്നോട്ട് പോയി എന്ന് പറയുന്നു. ഞാൻ കഴിഞ്ഞ മാസം നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്, വിദൂര കാലത്തൊന്നും ഉള്ളതല്ല. 1 രൂപ കേരളത്തില് ആ ഇനത്തിൽ വിദേശ നിക്ഷേപം ലഭിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ശ്രീ ഹരിദാസ് ചൂണ്ടിക്കാണിച്ച മാതിരിയില്
കേരളത്തിന്റെ വ്യാവസായിക ചിത്രം എന്താണ്? 16,000 തൊഴിലാളികൾ ജോലി ചെയ്ത കിറ്റക്സ് കേരളത്തിൽ നിന്ന് ഓടിപ്പോയി. ഈസ് ഓഫ് ഡൂയിങ്ങിൽ മികച്ച സംസ്ഥാനമാണെങ്കിൽ ഉണ്ടാകുമായിരുന്നോ? 1000-ലധികം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന, ഗുരുവായൂരിൽ പ്രവർത്തിച്ചിരുന്ന ഉജാല, ആ ഉജാല കമ്പനി കേരളത്തിൽ നിന്നും പോയി. 6,000 തൊഴിലാളികൾ പണിയെടുത്തിരുന്ന വി-ഗാർഡ് കേരളത്തിൽ നിന്ന് പോയി. പെരുമ്പാവൂർ ട്രാവൻകൂർ റയോൺസ്, എടത്തല വയർവർക്സ്, TCM, തോഷിബാനന്ദ്, ഞാൻ ലിസ്റ്റ് ഞാൻ വായിക്കുന്നില്ല. ഈ സ്ഥാപനങ്ങളൊക്കെ കേരളം ഉപേക്ഷിച്ചു പോകുമ്പോൾ ഈസ് ഓഫ് ഡൂയിങ്ങിന് മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞ് എന്റെ വിനയപൂർവ്വമുള്ളൊരു ചോദ്യം. ഞാൻ എതിർക്കുന്നത്, ഞാൻ വിമർശിക്കുന്നത് എന്റെ മക്കളും ഞാനും ജീവിക്കുന്ന കേരളത്തെ കുറിച്ചാണ് എന്നതിൽ എനിക്ക് വേദനയുണ്ട്. കാരണം നമ്മളൊക്കെ ജീവിച്ച് മരിക്കേണ്ട മണ്ണാണിത്. കേരളം മികച്ചതാവണം. നമ്മുടെ കുട്ടികൾ കേരളത്തിൽ തന്നെ ജോലി ചെയ്ത് വളരണം. അവരച്ഛനമ്മമാരെ ശ്രദ്ധിക്കണം. അവർ വിദേശത്തേക്ക് കടന്നു പോകുന്നതും കൊഴിഞ്ഞു പോകുന്നതും തടയണം. കേരളത്തിലേക്ക് തന്നെ ആ യുവരക്തവും അവരുടെ മസ്തിഷ്കവും കേരളത്തിൽ ഉപയോഗപ്പെടുത്തണം. അവരുടെ സാങ്കേതിക നൈപുണ്യം കേരളത്തിൽ ലഭിക്കണം. അതൊക്കെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ കേരളത്തിൽ വന്ന ഏതെങ്കിലും ഒരു വ്യവസായ സംരംഭം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒരു പച്ചക്കള്ളം കൂടി നമ്മൾ കേൾക്കുന്നുണ്ട് കൃഷ്ണരാജൻ. അതായത് ശശി തരൂരിന് എവിടുന്ന് കിട്ടി കണക്കെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ഡാറ്റകൾ കളക്ട് ചെയ്യുന്ന എവിടെ കുഴപ്പം ഉണ്ടായിട്ടുണ്ടാകണം. അദ്ദേഹം പറയുന്നത് 2,90,000 സംരംഭകർ കേരളത്തിൽ വന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ 140 നിയോജക മണ്ഡലമുള്ള കേരളത്തില് ഒരു നിയോജക മണ്ഡലത്തിൽ 2,000 പുതിയ സംരംഭകത്വങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാകണം. 290 ഹരിക്കണം 1,40,140 അല്ല ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഈ തരൂർ കള്ളം പറയുന്നത് ആണെന്ന് അങ്ങ് പറയുന്നു. എന്തിന് കള്ളം പറയുന്നു എന്നൊരു ചോദ്യമില്ലേ? അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു, താൻ ഇപ്പോഴും സജീവമാണ്. ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധയാകർഷിക്കാൻ, ഞാൻ കുറെ കാലത്തിൽ അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയാം, ചില കുട്ടികൾ അങ്ങനെയാണ്. ക്ലാസ്സുകളിൽ അവർക്ക് മറ്റുള്ള റെക്കഗ്നിഷൻ കിട്ടിയില്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു വാല്യൂ, എന്നിട്ട് അവരൊരു ശ്രദ്ധയാകർഷിക്കേണ്ടി വരും. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം എനിക്ക് തോന്നുന്നു, തരൂരിന്റെ മനസ്സിൽ ഇപ്പോൾ വളർന്നു, ഒരു പക്ഷേ ഇത് ഊഹമാവാം, കാരണം ശരിയാകണോ എന്നത് കാലമാണ് തെളിയിക്കേണ്ടത്. സമീപ കാലഘട്ടത്തിലെ കോൺഗ്രസിനകത്തുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും സ്വീകാര്യതയും മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും കേരളത്തിലെ ഇന്ത്യയിലെ ജനത കോൺഗ്രസോട് അനുവർത്തിക്കുന്ന മനോഭാവവും ഒരുപക്ഷെ അദ്ദേഹത്തെ നിരാശനാക്കിയിട്ടുണ്ടാവാം. ഒരു വിശ്വപൗരൻ എന്ന നിലയ്ക്ക് അല്പം ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹം ആ കാര്യത്തിൽ അദ്ദേഹം നിരാശനായിട്ടുണ്ടാകണം. കാരണം ഹിമാചൽ പ്രദേശിലെ തോൽവി, മഹാരാഷ്ട്രയിലെ തോൽവി, ഡൽഹിയിലെ തുടർച്ചയായി ഉണ്ടായിരിക്കുന്ന തോൽവി, ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അവസ്ഥ, ഏതാണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എത്തിയിരിക്കുന്ന പല ആളുകളും ആ തരത്തിൽ അതിന് സ്വീകാര്യമല്ലാത്ത അവസ്ഥ, ജനങ്ങളുടെ മനസ്സിലേക്ക് ശക്തമായ പ്രതിപക്ഷം കൂടി ആവാൻ കഴിയാത്ത അവസ്ഥ, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള അസ്വസ്ഥതയുടെ ബഹിസ്ഫുരണമായിട്ടാണ് ഞാൻ ഈ വസ്തുതയെ കാണുന്നത്. യെസ്, ഞാൻ അങ്ങേലേക്ക് വരാം. അഡ്വക്കേറ്റ് സേനാപതി വേണു, സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം രാജ്യത്ത് വേറിട്ട മാതൃക. ഒന്ന്, മോദിയോട് വിലപേശൽ എളുപ്പമല്ല, അദ്ദേഹം എന്നെക്കാളും കടുപ്പക്കാരനും മെച്ചപ്പെട്ടയാളുമാണ് എന്ന് ട്രംപ് പറഞ്ഞുവെങ്കിൽ അത് വെറുതെയാകാൻ വഴിയില്ല മോദിയെക്കുറിച്ച്. ഈ 2 വാക്കുകളാണ് പ്രധാനമായും തരൂരിനെ കോൺഗ്രസ്സുകാർക്ക് മുന്നിൽ പ്രതിക്കൂട്ടിലാക്കുന്നത്. തരൂർ ഇന്ന് പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ, തിരുത്താമെന്നാണ്. എന്താണ് തെറ്റ്? ചൂണ്ടിക്കാട്ടാമോ? കൃഷ്ണരാജെ, ഒന്ന്, ഇവിടെ ശശി തരൂർ പ്രകടിപ്പിച്ചിരിക്കുന്ന അഭിപ്രായം അത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അഭിപ്രായമല്ല എന്നുള്ളത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും വളരെ കൃത്യമായി മോദിയുമായിട്ടുള്ള വിഷയത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന അത് AICCയുടെ വക്താവ് ശ്രീ പവൻ ഖേര തന്നെ അത് നിഷേധിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ജയറാം രമേശിനെ പോലുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ അതിനെ നിഷേധിച്ചിരിക്കുന്നു. 2, കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 14-ാം തീയതി അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ കൊടുത്ത ലേഖനത്തിൽ, ഇവിടെ നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ ശ്രീ MK ഹരിദാസ് പറഞ്ഞ പോലെ ഈ ഭൗതിക സാഹചര്യങ്ങളെല്ലാം കാണുന്നയാണ്. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേഖനം ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടപ്പോഴും നമുക്ക് വളരെ കൗതുകം തോന്നി. കൗതുകം ഒരുപക്ഷെ ഞാൻ ആ ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളെ കടമെടുക്കാം. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ദ ഇൻഡസ്ട്രിയസ് മിനിസ്റ്റർ P. രാജീവ് അനൗൺസ്ഡ് ദാറ്റ് one can now open a business in Kerala in 2 minutes. മന്ത്രി രാജീവ് പറഞ്ഞ ഒരു കാര്യത്തെ ആയിരിക്കാം അദ്ദേഹം മുഖവിലേക്ക് എടുത്തത്. പറഞ്ഞത് ശരിയാണെങ്കിൽ
വലിയ മാറ്റമാണ് എന്നാണ് അദ്ദേഹം അതെ പറഞ്ഞത്. അതെ. അപ്പോ രാജീവ് പറഞ്ഞത് ശരിയാണ് എങ്കിൽ വലിയ മാറ്റം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആ മാറ്റം കേരളത്തിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ എന്റെ ബഹുമാന്യായ സ്നേഹിതൻ ശ്രീ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ ചില ഉദാഹരണങ്ങൾ, ഒന്ന് നമ്മൾ സാജൻ പാറയിൽ എന്ന് പറയുന്ന ഒരു വ്യവസായ സംരംഭൻ UK ഏതാണ്ട് 18 വർഷക്കാലം ജീവിച്ചതിന് ശേഷം കേരളത്തിൽ തിരിച്ചു വന്ന് സഖാവ് MV ഗോവിന്ദന്റെ ഭാര്യ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന ആന്തൂർ നഗരസഭയിലാണ് അദ്ദേഹം ഒരു കൺവെൻഷൻ സെന്റർ ആരംഭിക്കുന്നത്. 12 കോടി രൂപ മുതൽ മുടക്കിൽ, പിന്നെ അത് 18 കോടി രൂപ മുതൽ മുടക്കിലാണ് അത് പൂർത്തീകരണം വരുന്നത്. 18 കോടി രൂപ മുതൽ മുടക്കി പൂർത്തീകരിച്ച ഒരു കൺവെൻഷൻ സെന്ററിന് ഈ MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ അവർ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ ഇവിടെ ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഇതിന് അനുമതി കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി ഇവർ മാറിക്കഴിഞ്ഞാൽ വീണ്ടും CPMന്റെ അടുത്ത ആളാണ് ആന്തൂർ നഗരസഭയിൽ വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്റെ വ്യവസായ സംരംഭം അവിടെ ആരംഭിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ആ മനുഷ്യൻ 1.5 മുഴം കയറിൽ ആത്മഹത്യ ചെയ്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉദാഹരണം ഒന്ന്. രണ്ടാമത്തതും ശ്രീ ഹരിദാസ് സാർ ചൂണ്ടിക്കാണിച്ചതാണ്. കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്, അത് വ്യവസായി, അദ്ദേഹത്തിന്റെ പേര് ഷാജി മോൻ, UK നിന്നാണ് വന്നത്. 25 കോടി രൂപ മുതൽ മുടക്കി ഒരു റെസ്റ്റോറന്റ് സമുച്ചയം അദ്ദേഹം തുടങ്ങിയത്. ആ റെസ്റ്റോറന്റ് സമുച്ചയത്തിന് അനുമതി ലഭിക്കാൻ വേണ്ടി ആ മനുഷ്യന് മാഞ്ഞൂർ പഞ്ചായത്തിന്റെ മുമ്പിൽ ഒരു ദിവസം പൂർണ്ണമായിട്ട് വെയിലത്ത് കിടക്കേണ്ടി വന്നു. രണ്ടാമത്തെ ഉദാഹരണം. മൂന്നാമത്തെ ഉദാഹരണം കൊല്ലത്ത് സുധാകരൻ എന്ന് വിളിക്കുന്ന ഒരു പ്രവാസി, അദ്ദേഹം വന്നു തുടങ്ങിയത് ഒരു ലെയ്ത്ത്, നമ്മുടെ നാട്ടിൽ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഇത് കടഞ്ഞു കൊടുക്കുന്ന ഒരു ലെയ്ത്ത്, 10-15 ലക്ഷത്തിന്റെ മുതൽ മുടക്കാണ്. അവിടെ AIYF-കാരും AITUC-കാരും കൊടി കുത്തിയ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് സുധാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ കോട്ടയത്തേക്ക് വീണ്ടും വരികയാണ്. കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ ഒരു എക്സ് സർവീസ്മാൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം BJPയുടെ അവിടുത്തെ ടൗൺ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ്, അദ്ദേഹത്തിന്റെ പേര് രാജശേഖരൻ. 4-5 ബസ്, ആ ബസ് നഷ്ടമായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ചേർന്ന് ബസ് ഓടിക്കാനായിട്ട് തയ്യാറായി. CITU-കാരൻ ബസ്സിൽ കൊടികുത്തി. അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉത്തരവ് മേടിച്ചു. ആ പ്രൊട്ടക്ഷൻ ഉത്തരവ് മേടിച്ചിട്ടും വണ്ടി ഓടിക്കാൻ കഴിയാതെ വന്ന് ആ വണ്ടിയുടെ മുമ്പിൽ അദ്ദേഹം ഒരു കസേരയും ഇട്ട് ഇരിക്കുന്ന ചിത്രം നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. അവസാനം CITU-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അദ്ദേഹത്തിന്റെ ചെവിക്കുറ്റിക്ക് അടിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി പ്രൊട്ടക്ഷൻ കൊടുത്ത ഒരു കേസിൽ ദേവൻ രാമേന്ദ്രൻ ജസ്റ്റിസ് ഇടപെട്ട് എന്താ പറഞ്ഞ CITU-കാരനെ കോടതിയിൽ വിളിച്ചു വരുത്തി. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ആ വ്യവസായ സംരംഭം തുടങ്ങാൻ കഴിഞ്ഞത്. എറണാകുളത്ത് മന്ത്രി രാജീവിന്റെ നാട്ടിൽ ഒരു വനിതാ സംരംഭം, അവരുടെ സംരംഭം എന്താണ്? ഗ്യാസ് ഏജൻസിയാണ്. ആ ഗ്യാസ് ഏജൻസിയിൽ പഴയതുപോലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്ത് നടത്താൻ പറ്റാത്തതുകൊണ്ട് അവരും അവരുടെ ഭർത്താവും മകനും ചേർന്ന് ആ ഗ്യാസ് ഏജൻസിയിൽ അവർ പ്രവർത്തനം ആരംഭിച്ചു. CPM-കാരൻ കൊടികുത്തി. ജോൺ ഫെർണാണ്ടസ് എന്ന് പറയുന്ന CITU-ന്റെ ഒരു നേതാവ് അവിടെ പ്രസംഗിച്ചത് എന്താണെന്നറിയോ? ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുമെന്നുള്ള CPM-ന്റെ പ്രവർത്തനമാണ് ഇപ്പോഴും, CITU-ന്റെ പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നാട്ടിൽ കേരളം വ്യവസായ സൗഹൃദമാണ്, ഇവിടെ സംരംഭം തുടങ്ങുന്നതിന് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് ഒരു മന്ത്രി പറയുകയും 2 മിനിറ്റ് കൊണ്ട്, 2 മണിക്കൂറല്ല, 2 മിനിറ്റ് കൊണ്ട് കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുമെന്നും ഞങ്ങൾ 2.9 ലക്ഷം, അതായത് 2,90,000 വ്യവസായ സംരംഭങ്ങൾ ഈ കഴിഞ്ഞ 18 മാസം കൊണ്ട് തുടങ്ങി എന്നൊക്കെ കേരളത്തിൽ വീമ്പിളക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ ശശി തരൂര് എന്ത് മാനദണ്ഡമാണ് സ്വീകരിച്ചതെന്ന് ഞാനിപ്പോ KPCC-യുടെ ഒരു മീഡിയ വക്താവ് എന്ന നിലയിൽ ഇവിടെ പറയുമ്പോൾ അദ്ദേഹം എന്താണ് അതിന് കണ്ടെത്തിയ മാനദണ്ഡങ്ങൾ എന്ന് അത് കേരളത്തിലെ ജനങ്ങളോട് വിവരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് ഞാൻ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടൂ എന്ന്, നിങ്ങൾ അത് ജനങ്ങളിലേക്ക് കൈമാറും. ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ B. ജയരാജ്, ഈ തരൂരിന്റെ വ്യവസായ വകുപ്പിനെ പുകഴ്ത്തൽ വന്ന ഉടനെ CPM നേതാക്കൾ പ്രതികരണവുമായി രംഗത്ത് വന്നുവല്ലോ. ഇന്ന് AK ബാലൻ പറഞ്ഞത് ശശി തരൂർ മഹാനായ നേതാവാണ് എന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്ന ഒരു ജനപ്രതിനിധി എന്നാണ്. വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. നോക്കൂ, സമൃദ്ധിയിലേക്കും വളർച്ചയിലേക്കുമുള്ള പാത മുതലാളിത്തവും സംരംഭകത്വവുമാണെന്നും ചുവപ്പ് കൊടികളും സമരങ്ങളുമല്ലെന്നും ബംഗാളിലേതുപോലെ കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റുകൾ തിരിച്ചറിഞ്ഞത് നന്നായി എന്നാണ് ലേഖനത്തിൽ പറയുന്ന മറ്റൊരു വാക്ക്. ഇതൊക്കെ വായിച്ചിട്ടാകുമോ AK ബാലനും പിണറായി വിജയനുമൊക്കെ തരൂരിനെ വല്ലാതെ പുകഴ്ത്തിയത്?
ഡോക്ടർ ബി ജയരാജ്. അല്ല, ഇതിനകത്ത് ഞാനിപ്പോൾ 3 പാനലിസ്റ്റുകളുടെ വാക്കുകൾ കേട്ടോണ്ടിരുന്നതാണ്. ഞാൻ ഇതിനകത്ത് 3 പാനലിസ്റ്റുകളുടെ വാക്കുകൾ കേട്ടോണ്ടിരുന്നതായിരുന്നു. കൃഷ്ണരാജ് പറഞ്ഞ പോയിന്റിലോട്ട് ഞാൻ വരാം. അതിനുമുമ്പ് ഇതിനകത്ത് പ്രധാനമായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് കാണാതെ മരം കാണുകയും മരം കണ്ട് കാട് കാണാതിരിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അതാണ് ഈ ശശി തരൂരിൻ്റെ ലേഖനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. പല ആളുകളും വിലയിരുത്തിയപ്പോൾ ലേഖനത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇവിടെ വ്യാവസായിക സൗഹൃദ സംസ്ഥാനം അല്ലെന്നും ഇവിടെ വ്യവസായികളെല്ലാം ആത്മഹത്യ ചെയ്യുകയാണെന്നൊക്കെയാണ്. തൊട്ടപ്പുറത്തെ സ്റ്റേറ്റ് കർണാടകയിൽ കഴിഞ്ഞ വർഷം മാത്രം 400ഓളം വ്യവസായികൾ ആത്മഹത്യ ചെയ്തു. ആന്റർപ്രണേഴ്സ് ആത്മഹത്യ ചെയ്ത സ്ഥലമാണ്. മഹാരാഷ്ട്രയിൽ 2000-ലധികം പേരാണ് ആത്മഹത്യ ചെയ്തത്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന വ്യവസായികളുടെ എണ്ണം 10 പേരിൽ 10-ന് താഴെയാണ്. ഒരാൾ പോലും പോരുതെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിലും വാസ്തവം അതാണ്. അപ്പോഴാണ് ഇവിടെ വ്യവസായ സൗഹൃദ സംസ്ഥാനം അല്ല. ശരിയാണ്, നമ്മൾ വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പവറില്ല. ഒന്നാമത്തെ കാര്യം, വൻ വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് പവർ സപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ പവർ വിലയ്ക്ക് മേടിക്കുന്ന ആളുകളാണ്. രണ്ടാമത്തെ കാര്യം ജലത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പണ്ട് തൊട്ടേ കേരളം തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. റൂമിനകത്ത് ഇരുന്നുകൊണ്ട് IT ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേരളത്തിൽ കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്, പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റാർട്ടപ്പ് കമ്പനികളെ നമ്മൾ ഉന്നം വെച്ചത്, കേരള മോഡൽ എന്നുള്ള രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചത്. ആ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ കണക്കുകളാണ്, ആഗോള കണക്കുകളും കേരളത്തിൻ്റെ വളർച്ചയുമാണ്. എന്താണ്? പറഞ്ഞില്ല, അങ്ങ് തുടർന്നോളൂ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റും? കേൾക്കാം, പറയൂ. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ ആഗോള തലത്തിലുള്ള കണക്കുകളാണ് ശശി തരൂർ കമ്പോട് കമ്പ ലേഖനം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. അതിനിടയിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവുമോ എന്ന് കരുതി ഒരു വിമർശനം, ആ വിമർശന ഭാഗമാണ് ഇപ്പോൾ കൃഷ്ണരാജ് വായിച്ച് നമ്മളെ കേൾപ്പിച്ച ആ ഒരു ഭാഗം. അതിനകത്ത് പറയുന്നത് ശശി തരൂർ ഏതാണ്ട് 24 പുസ്തകങ്ങളും ഒക്കെ എഴുതിയ ഒരാളാണ്, വലിയ പണ്ഡിതനാണ്. നമ്മൾ ഈ പറയുന്ന കണക്കല്ല UN അണ്ടർ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹം മുമ്പ് എഴുതിയ ഒരു ലേഖനത്തിൻ്റെ തുടക്കത്തിൽ നിന്നാണ് ഇത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. എലിഫന്റ്, ടൈഗർ ആൻഡ് ദ സെൽഫോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ആന മന്ദഗതിയിലാണ് നടക്കുന്നത്. ആനയുടെ ഈ ദുർമേധസ് എല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ദേഹത്ത് വരകൾ വീഴുന്നതും അതൊരു പുലിയായിട്ട് അല്ലെങ്കിൽ ഒരു കടുവയായിട്ട് സ്ട്രൈപ്സ് വീഴുന്നതും ഒക്കെയാണ് അയാൾ ഇമാജിൻ ചെയ്തിട്ടാണ് ശശി തരൂർ ഈ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ കേരളത്തിൽ സമൂലമായ മാറ്റം ഓണ്ടർപ്രണർഷിപ്പിലൂടെയും സ്റ്റാർട്ടപ്പുകളിലൂടെയും നടപ്പിലാക്കും എന്നുള്ളൊരു അഭ്യുദയകാംക്ഷിയുടെ ഒരു ഇതായിട്ട് മാത്രമാണ് നമ്മൾ അതിനെ കണ്ടാൽ മതി. അതിന് കൃത്യമായിട്ട് കണക്കുകളാണ്, ഒരു കള്ളത്തരം പോലെ. അതുകൊണ്ടാണ് ശശി തരൂർ വെല്ലുവിളി ചോദിച്ചത്, ഞാൻ ഇതിനകത്ത് പറയുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റുമെന്ന്. അതിനകത്തുള്ള കണക്കുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ശശി തരൂർ തന്നെ പറയുന്നത് 2021 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 1.7 ബില്യൺ 5 മടങ്ങ് കൂടുതലാണ് ഗ്ലോബൽ ആവറേജിനേക്കാളും, ഗ്ലോബൽ എക്കോസിസ്റ്റത്തിനേക്കാളും. അതുപോലെ തന്നെ ജൂലൈ 2001 മുതൽ 2023 വരെ 46% വേൾഡ് വൈഡ് ആവറേജ് ഗ്രോത്ത്. എക്കോ കേൾക്കുന്നല്ലോ, പറഞ്ഞോളൂ. എക്കോ കേൾക്കുന്നല്ലോ, ഒന്ന് ക്ലിയർ ചെയ്യൂ. കേരളയിലെ 246% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ്. 246%. 46%-ൽ നിന്ന് കേരള ആവറേജ് കമ്പയർ ചെയ്യുമ്പോൾ 246%ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യമാണ്, സിംഗപ്പൂരിൽ 3 ദിവസം കൊണ്ട് സാങ്ഷൻ കിട്ടുമ്പം 2 ദിവസം കൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് സാങ്ഷൻ കിട്ടുമെന്നുള്ളത് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ 2 മിനിറ്റ് അല്ലെങ്കിൽ 2 സെക്കൻഡ് കൊണ്ട് കിട്ടുന്നെന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്പിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കൊടുക്കുന്ന, അല്ലാതെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അതിനകത്ത് നമ്മൾ എപ്പോൾ പറഞ്ഞാലും ആന്തൂർ സാജനും പുനലൂരും മറ്റ് കേസുകളും പറയുന്നത് പോലെയല്ല സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പോളിസീസ് ഒത്തിരി ഡെവലപ്മെന്റ്, 25 വർഷത്തിന് മുമ്പ് ഇത് ചെയ്തിരുന്നെങ്കിൽ കേരളം അങ്ങ് ഒട്ടേറെ മുന്നോട്ട് പോയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. 21 വർഷത്തിന് മുമ്പ് AI ഒന്നും ഇല്ല ഹരിദാസ് സാർ. 21 വർഷത്തിന് മുമ്പ് ഇത്രയധികം IT ഡെവലപ്മെന്റ് ഒന്നും വന്നിട്ടില്ല. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായ കാര്യം കാണാതിരുന്നൂടാ. അത് വേറെ ഒരു വിഷയം, അത് വേറൊരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ വന്നപ്പോൾ അങ്ങനെ എതിർത്തു, ഇപ്പോൾ ആപ്പിളിന്റെ ഫോൺ ഉപയോഗിക്കുന്നു, ഇപ്പോൾ AI വന്നപ്പോൾ എതിർക്കുന്നു, ഇനി AI അത്യന്താപേക്ഷിതമായ ഒന്നായി മാറുമ്പോൾ അതിനെ സ്വീകരിക്കുന്നു.
ഇത് സ്ഥിരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു ശൈലിയാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായിരിക്കും അദ്ദേഹം സൂചിപ്പിച്ചത്. കൃഷ്ണരാജ്, അതിന് ഞാൻ പറയുന്ന കേൾക്കൂ. എനിക്ക് പറയാൻ അവസരം തരുമോ? കൃഷ്ണരാജ് പറഞ്ഞത് തെറ്റാണ്. കമ്പ്യൂട്ടർവൽക്കരണം നടപ്പിലാക്കുമ്പോൾ ഒരു തൊഴിലാളിക്ക് പോലും അതിന്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെടരുത് എന്നാണ് ഇടതുപക്ഷം ആവശ്യപ്പെട്ടത്. അല്ലാതെ ട്രില്ലർ മെഷീനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഒരു കർഷക തൊഴിലാളികൾക്ക് പോലും കർഷക തൊഴിലാളികളുടെ ഇതെല്ലാം അനുവദിച്ചുകൊണ്ട് തന്നെ, അവരുടെ ആനുകൂല്യങ്ങളെല്ലാം അനുവദിച്ചുകൊണ്ട് തന്നെ നടപ്പിലാക്കണമെന്നാണ്. അല്ലാതെ കർഷക തൊഴിലാളികളെ മുഴുവൻ എടുത്തു കളഞ്ഞുകൊണ്ട് ഇവിടെ ട്രില്ലർ സമ്പ്രദായം നടപ്പിലാക്കണമെന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർവൽക്കരണത്തിലൂടെ മറ്റ് അനുബന്ധ തൊഴിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ മുഴുവൻ തൊഴിൽ രഹിതരാകുമ്പോൾ അവരെ എന്ത് ചെയ്യുന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ. അതുപോലെ തന്നെ AI നടപ്പിലാക്കുമ്പോൾ AI നിയന്ത്രിക്കുന്ന കുറെ ആളുകളുണ്ട്, കുറെ വൈറ്റ് ജോബ് തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളുടെ ജോലി സംരക്ഷണം, ആ തൊഴിലാളികൾക്ക് ഇപ്പം സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഒരു യൂണിഫോം മാറ്റി പോലും അവർക്ക് ഒരു ടൈ കെട്ടാതെ വന്നു പോലും അവർക്ക് സമരം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തൊഴിലാളികളുടെ സംഘടിത സംവിധാനത്തെ മുഴുവൻ നശിപ്പിക്കുകയും അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ആഗ്രഹമാണ് ശശി തരൂർ ഈ ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ചെങ്കൊടിയും സമരങ്ങളും അല്ല ഇതിൻ്റെ പ്രോസ്പെരിറ്റിക്ക് വികസനത്തിന് മുന്നോട്ട് വേണ്ടുന്നത്. അതിന് പകരം നമുക്ക് വേണ്ടുന്നത് ക്യാപിറ്റലിസവും എന്റർപ്രണർഷിപ്പും ആണ് എന്നാണ് പറയുന്നത്. സംരംഭകത്വവും മുതലാളിത്തവുമാണ് ലോകത്തിന്റെ ഡെവലപ്മെന്റ് എന്ന്. അങ്ങനെയാണെങ്കിൽ CPM-ന് നയവ്യതിയാനം ഉണ്ടായി എന്ന് ശശി തരൂർ പറയുന്നു. ഉദ്ധരിക്കപ്പെട്ടത് അത് സ്വീകരിക്കുന്നുവോ? അങ്ങനെയല്ല. കേരളത്തിന്റെ സാഹചര്യത്തിനകത്ത് വെച്ച് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷന് ടച്ച് ചെയ്യാത്ത രീതിയിൽ, മറ്റുള്ള ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില തൊഴിലുകളുണ്ട്. ആ തൊഴിലുകളുടെ സാധ്യതകളെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനുകളെ കുറിച്ച് അറിയുന്നതും സ്റ്റാർട്ടപ്പ് മിഷൻ വളരെ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നതും അത് ടേക്കപ്പ് ചെയ്യാനായിട്ട് ധാരാളം ഓണ്ടർപ്രണേഴ്സ് വരികയും അതുകൊണ്ട് സ്റ്റാർട്ടപ്പിന്റെ സീലിംഗ് നമ്മൾ ഉയർത്തുകയും അങ്ങനെ നമ്മൾ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ആഗോള ലെവലിനേക്കാൾ 246% അധികമാവുകയും ഗ്രോത്ത് കാണിക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം നമ്മൾ പറയുന്ന കണക്കൊന്നുമല്ല, ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള കണക്കാണ്. ഇത് ആരും പെരുപ്പിച്ച് കാണിക്കുന്നത്. അതെ, അതാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്. ചുവപ്പ് കൊടികളല്ല വേണ്ടത്, സമരങ്ങളല്ല വേണ്ടത്, നമുക്ക് മാറ്റമാണ് വേണ്ടത്. അതായത് മുതലാളിത്തവും സംരംഭകത്വവും ആണ് വേണ്ടത് എന്ന് CPM-ന് തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവിലൂടെ മാറ്റമുണ്ടാകുന്നുവെങ്കിൽ ഉണ്ടാകട്ടെ, അത് കേരളത്തിന് ഗുണം ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറയുമ്പോൾ കൃത്യമായൊരു സന്ദേശമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സൂചനയുണ്ടല്ലോ. നിങ്ങൾക്ക് ഇടതു പാർട്ടികൾക്ക്, CPM-ന്, CPM നയിക്കുന്ന സർക്കാരിനൊക്കെ ഒരു നയവ്യതിയാനം ഉണ്ടായെന്ന്, അത് അംഗീകരിക്കാൻ എന്താണ് ഇത്ര കുഴപ്പം? നയവ്യതിയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിനെ പ്രശ്നത്തിലാക്കിക്കൊണ്ട് യാതൊരുവിധ നയസമീപനങ്ങൾക്കും നമ്മൾ പോകുന്നില്ല. ഇവിടെ വികസനം വരണം, ഇവിടെ തൊഴിലാളികൾ സംരക്ഷിക്കപ്പെടണം, ഇവിടെ ക്ഷേമ പെൻഷനുകൾ നടപ്പിലാക്കണം, പാവപ്പെട്ടവരെ സംരക്ഷിക്കുകയും വേണം. അതിനോടൊപ്പം തന്നെ നമ്മൾ വികസനം വരണം. അല്ലാതെ ഇവരെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട്, ഇവരെല്ലാം ചവിട്ടി തേച്ചുകൊണ്ട് റിച്ചർ ബിക്കമിങ് മോർ റിച്ചർ ആൻഡ് പൂറർ ബിക്കമിങ് മോർ പൂർ എന്നുള്ള ഇന്ത്യൻ എക്കണോമിയുടെ വ്യവസ്ഥിതി കേരളത്തിൽ നടപ്പിലാക്കാൻ എന്തായാലും ഇടതുപക്ഷം ഒരു സ്ഥലത്തും അങ്ങനെ ചെയ്യാറുമില്ല. ഞാൻ ഈ ലേഖനത്തിൽ പ്രതിപാദിച്ചിരുന്നത് നിലവിലെ CPM നേതൃത്വം നൽകുന്ന സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ സാങ്കേതിക വിദ്യയ്ക്കും വ്യവസായ വളർച്ചയ്ക്കും പിന്തിരിഞ്ഞ സമീപനങ്ങൾ ആണ് കാട്ടിയിരുന്നത്, അതിലൊരു മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ്. 2, CPM-ന്റെ ഇതുവരെയുള്ള പൊതുനയം ഇക്കാര്യത്തിൽ വ്യവസായ നിക്ഷേപ അല്ലാതിരുന്നതിനാൽ മാറ്റങ്ങൾ വരുത്തിയെന്ന് നിലവിലെ വ്യവസായ മന്ത്രി പറയുന്നു, അത് അവതരിപ്പിക്കുന്നു. കണക്കുകൾ അത് വെച്ചാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെയും പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം രണ്ടാമത് പറയാൻ ശ്രമിക്കുന്നു. ഈ തരൂർ എന്തിനാണ് പുതിയ വ്യാഖ്യാനം ചമയ്ക്കുന്നത്? തരൂരായാലും ഇപ്പോ തരൂര് പറഞ്ഞത് ശരിയാണെന്ന് പറയുന്ന ശ്രീ ജയരാജ് ആയാലും ആനയുടെ ചിത്രം വരച്ചിട്ട് അതിന്റെ മുകളിൽ നമുക്ക് കയറിയിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വലിയ സത്യം മനസ്സിലാക്കുക. ശ്രീ ജയരാജ്, ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, പുതുച്ചേരിയിലെ കൊക്കക്കോള ഫാക്ടറി പ്രതീകാത്മകമായി പൂട്ടിയത് ഞങ്ങളൊന്നുമല്ല പൂട്ടിയിരിക്കുന്നത്, CPM എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകരും അവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളും അവിടുത്തെ CPM-ന്റെ നാട്ടുകാരും ചേർന്നിട്ടാണ് പ്രതീകാത്മകമായി പൂട്ടിയത്. അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ആ സംഗതി. ഇനി അടുത്തത്, കെട്ടിട നിർമ്മാണ മേഖലയിൽ 22 കൊല്ലം എറണാകുളത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഞാൻ
പലപ്പോഴും ആത്മഹത്യയെ കുറിച്ചിട്ട്, കാരണം ആ കമ്പനിയിൽ നിന്ന് എൻ്റെ ഒരു മെൻറ്ററാണ് ആ കമ്പനിയിലെ എനിക്ക് ജോലി തന്നിരിക്കുന്നതും കാര്യങ്ങളും. അപ്പൊ അദ്ദേഹത്തോട് പോവുകയാണെന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. പക്ഷെ ഒരു ദിവസം പോലും നേരം വെളുത്തിട്ട് ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലെ അവർ പറഞ്ഞ, അതായത് ഞങ്ങൾക്ക് വർക്ക് തന്നിട്ടുള്ള ക്ലയന്റിനെ തൃപ്തിപ്പെടുത്തുന്ന വിധം വർക്ക് ചെയ്യാൻ സാധിക്കാത്ത വിധത്തില് ഇവിടുത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി മേഖലയിലെ യൂണിയൻ ശല്യം കൊണ്ട് ആത്മഹത്യയെ കുറിച്ച് പല രാത്രികളിലും ചിന്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. 2 ചെറിയ കുട്ടികളായതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ വാങ്ങുക മാത്രമല്ല, ഒരു ജോലിയും ആ സൈറ്റിൽ നടത്താൻ പറ്റാത്ത വിധത്തിൽ. കാരണം 33% CITU-നും 33% കോൺഗ്രസിനും 33% തൊഴിലുടമയ്ക്കും. ഇതാണ് കണക്ക്. ഈ തൊഴിലുടമയുടെ 33% എന്ന് പറഞ്ഞാൽ 10 പേരിൽ 3 പേരെ കൊണ്ടുപോകും. ബാക്കി 2 കൂട്ടരുടെയും വരില്ല. അതിന് പകരമായിട്ട് നമ്മൾക്ക് ആളെ ഇറക്കാൻ സാധിക്കുകയില്ല. ഇതിനി അവിടെ നിൽക്കട്ടെ. ഇവിടെ ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മുഹമ്മദ് കുട്ടിയെ താങ്കൾക്ക് അറിയാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും നടത്തിയിട്ടുള്ള ഒരു ഇടതുപക്ഷ സഹയാത്രികരായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇപ്പൊ ജീവിക്കുന്നത് ഹൈക്കോടതിയുടെ പോലീസ് പ്രൊട്ടക്ഷനിലാണെന്നുള്ള കാര്യം അങ്ങ് മറക്കരുത്. അപ്പൊ 25 കൊല്ലം മുമ്പ് ഈ പാർട്ടി നന്നായിരുന്നുവെങ്കിൽ കേരളം ഇന്ന് മറ്റേതൊരു സംസ്ഥാനത്തിനെക്കാട്ടിലും മുന്നോട്ട് പോകുമായിരുന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇത്തരത്തിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ വന്ന് ഇവിടെ പണിയെടുത്തിരുന്ന ഒരുപാട് പേര് ഒളിച്ചോടിപ്പോയി. ഇനി ഞങ്ങൾ കേരളത്തിലേക്കില്ല എന്ന് പറഞ്ഞതിന്റെ വിക്ടിമാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി അതവിടെ നിൽക്കട്ടെ. സാർ, താങ്കൾക്ക് ഓർമ്മയുണ്ടോ ഒരു വെട്ടിനിരത്തൽ സമരം? എനിക്കുള്ള 10 സെന്റില്, എനിക്ക് 10 സെന്റ് എന്റെ പാരമ്പര്യമായി താവഴിയായി കിട്ടിയ 10 സെന്റില് വാഴ വെക്കണോ, ചേമ്പ് വെക്കണോ, അല്ലെങ്കിൽ കാച്ചിൽ നടണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കല്ല, പാർട്ടിക്കാണെന്ന് പറഞ്ഞിട്ട് അത് വെട്ടി നിരത്തിയിട്ടുള്ള ഒരു സമരം കേരളത്തിൽ നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണോ, BJP ആണോ, കേരള കോൺഗ്രസ് ആണോ? അല്ല സാർ, CPM-ന്റെ നേതൃത്വത്തിലുള്ള അച്യുതാനന്ദൻ ഇളകിയ ഒരു ഹാലിന്റെ പേരില് അത് നടത്തിയിട്ടുള്ളതാണ് വെട്ടി നിരത്തൽ സമരം. എത്ര ജനങ്ങൾ സ്വന്തം ഭൂമിയിലുള്ള കൃഷി ഇവർ വെട്ടി നിരത്തുന്നത് കണ്ടിട്ട് കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അപ്പൊ 25 വർഷത്തെ കണക്ക് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ എന്താ പറയേണ്ടത്, ശശി തരൂരിനെ പറഞ്ഞത് നിസ്സാരവൽക്കരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. 25 വർഷം മുമ്പ് നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം, നയം, അതായത് നാട് വളരണമെങ്കിൽ വ്യവസായങ്ങൾ വരണം, വ്യവസായികൾ വരണം. ഒരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ സാർ, കേരളത്തിലെ പ്രമുഖനായ വ്യവസായി CITU അൺലോഡിംഗ് തൊഴിലാളികളുടെ അങ്ങേയറ്റത്തെ ക്രൂരത സഹിക്കുക വയ്യാതെ ആ മുതലാളിയും തൊഴിലാളിയും കൂടിയിട്ട് പെട്ടികൾ ഇറക്കുന്നത് എന്റെ കണ്ണാലെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മുതലാളി അദ്ദേഹത്തിന്റെ 100 കോടി ടേൺ ഓവർ ആയ ദിവസം ഒരു ഫാക്ടറി തുടങ്ങിയത് എവിടെ അറിയോ? വാളയാറിൽ നിന്ന് 4 കിലോമീറ്റർ അപ്പുറയാണ് അദ്ദേഹം ഫാക്ടറി തുടങ്ങിയത്. പേര് പറയുന്നത് അദ്ദേഹത്തിനും അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വാളയാറിൽ നിന്ന് 3 കിലോമീറ്റർ അക്കരം മധുക്കര, അതായത് തമിഴ്നാടിന്റെ അതിർത്തിയിൽ നിന്നാണ് അദ്ദേഹം ആ ഫാക്ടറി തുടങ്ങിയത്. ഇത് തുടങ്ങിയത് 20 കൊല്ലം മുമ്പാണ്. എന്തുകൊണ്ടാണ് സാർ ഇവിടുന്ന് വ്യവസായികൾ, ഇപ്പൊ കിറ്റക്സിന്റെ കാര്യം പോട്ടെ, നമ്മൾ ഈ 25 കൊല്ലം മുമ്പത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതൊരു വ്യവസായിക സൗഹാർദ്ദ, നിക്ഷേപ സൗഹാർദ്ദ സംസ്ഥാനമല്ല എന്നുള്ള ഖ്യാതി പരന്നെങ്കിൽ അതിന് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പങ്ക് നിസ്സാരമല്ല സാർ. കാരണം ഇത് കണ്ണുകൊണ്ട് ഒരു കെട്ടിട നിർമ്മാണ മേഖലയിലെ അങ്ങേയറ്റം ക്രൂരത അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അന്ന് ലെനിൻ സെന്ററിൽ പോയിട്ട് റെക്കാർഡിക്കലായിട്ട് എഴുതി കൊടുത്തിട്ടുള്ള നേതാക്കന്മാരെയൊക്കെ പിന്നീട് പാർട്ടി പിടിച്ച് പുറത്താക്കുകയും അവരിപ്പോ BJP-യിലും കോൺഗ്രസിലും ഒക്കെ വർക്ക് ചെയ്യുന്ന സാഹചര്യവും ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആ പറഞ്ഞത് എത്ര ശരിയായിരുന്നു എന്ന് നോക്കണം. ഈ സാഹചര്യത്തിലാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആനയുടെ ചിത്രം വരച്ചിട്ട് കുറെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത് കേരളത്തിൽ 270% സ്റ്റാർട്ടപ്പുകൾക്ക് സാധ്യത കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനയുടെ ചിത്രം വരച്ചിട്ട് അതിന്റെ പുറത്ത് കയറിയിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടു നിന്നും ചുരുങ്ങിയത് 50 യുവാക്കളും യുവതികളും ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്നു. അവർ ചെയ്യുന്ന പണി എന്താണെന്നൊക്കെ അറിയോ? എൻ്റെ മകനടക്കം കാനഡയിലെ കാറ് കഴുകുക, അല്ലെങ്കിൽ ഹോട്ടലിൽ ടേബിൾ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ അടുക്കളയിൽ പാത്രം മോറുക. അതിന് മടിയില്ല. കാരണം എന്താണെന്നറിയോ? മണിക്കൂറിന് എണ്ണിയിട്ട് ഇന്ത്യയുടെ 6000-7000 രൂപ പ്രതിദിനം കിട്ടുന്ന അവസ്ഥയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി സാധ്യതയുള്ളപ്പോൾ അത് തേടി പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. ഇവിടുത്തെ എൻ്റെ മകൻ ബിടെക് എഞ്ചിനീയർ ആയിരുന്നു, MBA ആയിരുന്നു. അവൻ അത് വേണ്ട അച്ഛാ, ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയിരിക്കണം. എന്താണെന്നറിയോ? ജോലി സാധ്യതകൾ കുറവാണ്. അറിഞ്ഞോ താങ്കള്? 400 പേരെയാണ് ഇൻഫോ പാർക്ക് കഴിഞ്ഞ ആഴ്ച പാക്ക് ചെയ്തിരിക്കുന്നത്.
എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരം അവസ്ഥ വരുന്നത്? ഇപ്പൊ നേരെ വിരൽ ചൂണ്ടുക കേന്ദ്രത്തിലേക്കാണ്. എനിക്ക് കേന്ദ്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതിനും സംസ്ഥാനത്ത് വിരൽ ചൂണ്ടുന്നതിനും ഒരു വിരോധവുമില്ല. തിരുവാർപ്പിലെ ബസ് മുതലാളിയെ അടിച്ച അടി ഹൈക്കോടതിയുടെ മുഖത്താണ് കൊണ്ടത് എന്ന് ഹൈക്കോടതിയിലെ ജഡ്ജി പറയേണ്ട അവസ്ഥയിലേക്ക് കേരളം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടി മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു ശശി തരൂർ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്താൻ എന്നുള്ളതാണ് കൃഷ്ണരാജ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, ഈ പാർലമെന്റിനകത്തും പുറത്തും രാഹുലും ഇവിടെ സഭയ്ക്കകത്തും നിയമസഭയ്ക്കകത്തും പുറത്തും സതീശനും ചെന്നിത്തലയും ഒക്കെ പറയുന്നതിനെ, നഖശിഖാന്തം എതിർക്കുന്നതിനെ അനുകൂലിക്കുകയാണ് അല്ലെങ്കിൽ പുകഴ്ത്തി പറയുകയാണ് ശശി തരൂർ. ഈ കോൺഗ്രസിന് ഇനിയും തരൂരിനെ ശരിക്കും മനസ്സിലാക്കാനായിട്ടില്ലെന്നോ? അദ്ദേഹം മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ടാണ് കൃഷ്ണരാജ് അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായ പ്രകടനം പുറത്തു വരുന്നത്. അല്ല, തരൂരിന് കോൺഗ്രസിനെ മനസ്സിലായി, ഇനിയും തരൂരിനെ കോൺഗ്രസിന് മനസ്സിലായില്ലെന്നോ എന്നാണ് ചോദ്യം. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തരൂർ ഇപ്പോ കേരളത്തിലെ കോൺഗ്രസ്സുകാരന്റെ ചെവിക്കുറ്റിക്ക് അടിച്ചപ്പോഴാണ് കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന്റെ തിരിച്ചറിവും അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം കോൺഗ്രസ് അദ്ദേഹത്തിന് യോജിച്ചു പോകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണോ എന്നുള്ള പുനരന്വേഷണത്തിലാണ് അദ്ദേഹം ഇന്ന്. കാരണം അധികാരം നഷ്ടപ്പെട്ട് 3 ടേമിനകത്തേക്ക് കോൺഗ്രസിനകത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, കേരളത്തിലെ മന്ത്രിസഭയ്ക്കകത്തുള്ള ഇത്തരത്തിലുള്ള അധികാര കൊതിയും കുടുംബാധിപത്യവും പുലർത്താൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ചുള്ള ധാരണകൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. ഞാൻ ആ കൂട്ടത്തിൽ കൃഷ്ണരാജിനെ ചൂണ്ടിക്കാണിക്കുന്നത് ശ്രീ ജയരാജ് സാറിന്റെ ഞാൻ വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രമിച്ചത്. സർ, താങ്കൾ ഇതുവരെ ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു തുറന്ന് സമ്മതിക്കലാണ്. കമ്മ്യൂണിസം താത്വികമായി പരാജയപ്പെട്ടിരിക്കുന്നു, പ്രായോഗിക തലത്തിലും അത് പരാജയപ്പെട്ടിരിക്കുന്നു. മാർക്സിന്റെ മിച്ച മൂല്യ സിദ്ധാന്തം പൊതുമേഖലയിൽ ആവണം എന്നുള്ളതും ക്യാപിറ്റൽ റിസർച്ച് വരാൻ പാടില്ല എന്നുള്ളതിനും തിരുത്തി പറയാൻ വളരെ വൈകിയാണെങ്കിലും ഒരുപക്ഷെ താങ്കൾ പറയുന്ന മാതിരി കേരളം ഭരിക്കുന്നവർ പറയുന്നുണ്ടോ? താങ്കൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു, ചില കണക്കുകളൊക്കെ. ആത്മഹത്യ കേരളത്തിൽ കുറവാണ്. സർ, കേരളത്തിൽ വ്യവസായികൾക്കുള്ള ആത്മഹത്യ കേരളത്തിൽ കുറവാകാൻ കാരണം തലയ്ക്കകത്ത് വെളിവുള്ള ഒരാളും സർ കേരളത്തിൽ വ്യവസായം തുടങ്ങിയിട്ടില്ല കുറെ കാലമായിട്ട്. ഞാൻ കൃത്യമായി ഒരു ചോദ്യം താങ്കളോട് ചോദിച്ചു. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ കേരളത്തിൽ വന്നിരിക്കുന്ന അസംബ്ലിംഗ് ടെക്നോളജി അല്ലാത്തൊരു വ്യവസായം താൻ ചൂണ്ടിക്കാണിക്കും. ഇപ്പൊ കേരളത്തിൽ വന്നത് എന്താണ്? സംരംഭകർ എന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ അങ്ങ് ചെന്നൈയിൽ നിന്നോ കോയമ്പത്തൂരിലോ പോയിട്ട് അവരുത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ ടെക്നോളജിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. പകരം താങ്കൾ ഒന്നുകൂടി പറഞ്ഞു, കേരളത്തിൽ പവർ ഇല്ല. സർ, എന്തുകൊണ്ടാണ് കേരളത്തിലെ പവറിന് എന്തു പറ്റി? അസംസ്കൃത പദാർത്ഥമില്ലാത്ത പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമല്ലേ കേരളം? എന്താണ് സർ കേരളത്തിലെ വിദ്യുച്ഛക്തിയുടെ റോ മെറ്റീരിയൽ? സുലഭമായി കിട്ടുന്ന മഴ. ജലവൈദ്യുത പദ്ധതികൾക്ക് എന്താണ് സർ ആവർത്തന മൂലധനം വേണ്ടത്? വേണ്ട. പക്ഷെ മറ്റുള്ളിടത്തൊക്കെ എന്ത് വേണം? ഒന്നുകിൽ അവർക്ക് അണുശക്തി ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ കൽക്കരി വേണം, അല്ലെങ്കിൽ ഡീസൽ വേണം, താപവൈദ്യുത നിലയം വേണം, അല്ലെങ്കിൽ ഈ തരത്തിൽ ഡീസൽ ഉപയോഗിച്ചത് വേണം, അല്ലെങ്കിൽ എഥനോൾ ഉപയോഗിച്ച് വേണം. അതിനൊക്കെ വലിയ മുതൽമുടക്കുണ്ട് സർ. അതൊന്നുമില്ലാത്ത കേരളത്തിൽ എന്തുകൊണ്ട് പവർ കിട്ടിയില്ല എന്നതിന്റെ കാരണമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. താങ്കൾ ഒന്നുകൂടി പറഞ്ഞു. എനിക്ക് സരസമായിട്ട് എനിക്ക് തോന്നിയത് എത്ര സമർത്ഥമായിട്ടാണ് ജയരാജൻ സാറ് മലക്കം അറിയുന്നത്. കമ്പ്യൂട്ടറിനെ അല്ല എതിർത്തത് സർ. കമ്പ്യൂട്ടർ ഒരു ജോബ് ജനറേറ്റിംഗ് ടെക്നോളജിയാണെന്ന് തിരിച്ചറിവല്ലേ നിങ്ങൾക്ക് അറിയാതെ പോയത്? ഞാൻ ചോദിക്കട്ടെ സർ, ഒരു 10-20 കൊല്ലം മുമ്പ് ഈ കമ്പ്യൂട്ടറിനെതിരായുള്ള പോരാട്ടം നടന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികളെ ചെന്നൈയിലേക്കും അങ്ങ് ബാംഗ്ലൂരിലേക്കും പോകേണ്ടി വരുമായിരുന്നു. സർ, എത്ര നികുതി പണമാണ്, അവിടുത്തെ ടാക്സ് ആണ് സർ ഈ കുട്ടികളുടെ ശമ്പളത്തിലൂടെ കേരളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ തുറന്നു ചിന്തിക്കണ്ടേ? താങ്കൾ തുറന്നു പറഞ്ഞതിൽ എന്നെ അത്ഭുതപ്പെടുത്തി. ക്യാപിറ്റലിസവും എന്റർപ്രണർഷിപ്പും ആവശ്യമുണ്ട്. എന്റർപ്രണർഷിപ്പായി വന്ന ആളുകളോട് പാർട്ടി പുലർത്തിയ ചില സമീപനങ്ങളുടെ ഉദാഹരണമാണ് നേരത്തെ സേനാപതി വേണുവും ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മറ്റൊന്നും കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കും സർ. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലപാട് എന്തായിരുന്നു കുറച്ചു മുമ്പ്? എം ദാസൻ MDitt തുടങ്ങുന്നത് വരെ എന്തിനായിരുന്നു സാർ കുറെ കുട്ടികളെ നമ്മൾ കൂത്തുപറമ്പിൽ വെടിവെച്ച് കൊല്ലാൻ ഇടയാക്കിയ സാഹചര്യം ഉണ്ടാക്കിയത്? അതിന്റെ ടെക്നോളജി, അതിന്റെ സാങ്കേതികത്വത്തിന്റെ പേരിൽ കടിച്ചു തൂങ്ങി ഒരു സംസ്ഥാനത്തിന്റെ തലമുറയാകെ ഇല്ലാതെ ചെയ്യുമ്പോഴും ഒരു സത്യം നമ്മൾ തുറന്നു സമ്മതിക്കേണ്ടി വരും.
ഞാൻ ജയരാജൻ സാറോട് അദ്ദേഹത്തിന്റെ അക്കാദമിക് തലത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസത്തെയും വിവരത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ സർ, ലോകത്തെവിടെയെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രസ്ഥാനവും ഭരിച്ച നന്നായി മെച്ചപ്പെട്ടു പോയ ഒരു രാജ്യത്തിന്റെ ഉദാഹരണം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? 1/3 രാജ്യങ്ങളിൽ ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ലോക തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ച പ്രത്യയശാസ്ത്രം, സോവിയറ്റ് റഷ്യ മുതൽ ഇങ്ങോട്ട് എടുക്കുക. എവിടെയെങ്കിലും സർ ഒരു രാജ്യത്തിലെ ജനതയുടെ ജീവിത സാഹചര്യങ്ങളെ അല്പമെങ്കിലും മെച്ചപ്പെടുത്തിയ ഒരു ഭരണത്തെ താങ്കൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? 34 കൊല്ലം ഭരിച്ച ബംഗാൾ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു സർ? ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമായ കൽക്കത്ത ഉൾപ്പെടുന്ന സംസ്ഥാനത്ത് അവിടെ എത്തിയിരിക്കും വ്യവസായങ്ങളുടെ എന്റർപ്രണർമാരുടെ അവസ്ഥ ഇന്ന് എന്താണ് സർ? 24 കൊല്ലം ഭരിച്ച ത്രിപുരയിലെ പുതു അവസ്ഥ എന്താണ് സർ? കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ നിങ്ങൾക്ക് പങ്കില്ലേ? ഒരു പക്ഷേ ഒരു 20 കൊല്ലം പുറകിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? കാരണം കമ്പ്യൂട്ടർ ജോബ് ജനറേറ്റിംഗ് ഏജൻസിയാണ് തിരിച്ചറിയാൻ 20 കൊല്ലം എടുത്തു. കല്ലുവെട്ടി യന്ത്രം കേരളത്തിന് ആവശ്യമുണ്ട് തിരിച്ചറിയാൻ 20 കൊല്ലത്തിലധികം എടുത്തു. കേരളത്തിൽ മെതിയന്ത്രം വേണമെന്ന ആവശ്യം തിരിച്ചറിയാൻ നമ്മൾ വീണ്ടും ഒരുപാട് കാലം എത്തി. ഇപ്പോഴാണ് നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള സാങ്കേതിക വളർച്ച കേരളത്തിന് ആവശ്യമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഇപ്പോഴും നോക്കൂ, നിങ്ങൾ AI കുറിച്ച് നിങ്ങൾ ബഹുമാനിക്കുന്ന നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ വാക്കുകളെ കുറിച്ച്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ശശി തരൂർ പറയുന്നത്, അദ്ദേഹം ഒരു കാര്യം തുറന്നു പറഞ്ഞു ഇന്നത്തെ ചർച്ചയിൽ, ഇന്നലെ പറഞ്ഞത് മാത്രമല്ല, ഈസം ഡൂയിങ്ങിനൊപ്പം അദ്ദേഹം ചില മറ്റു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ചരിത്രത്തിലെ ഉയർന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇന്ന് കേരളം അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്നത്. സമ്പൂർണ്ണ തകർച്ചയ്ക്ക് കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഭരണകൂടവുമാണ്. ഉയർന്ന തൊഴിൽ ക്ഷാമം, പ്രത്യേകിച്ച് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ പ്രവാസമാണ് കേരളം ഉയരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. കാർഷിക പ്രതിസന്ധിയാണ് കേരളം നേരിടുന്ന വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുമ്പോൾ ശശി തരൂർ ഒരു വിഷയത്തിൽ പറയുമ്പോൾ തന്നെ ഇന്ന് അദ്ദേഹത്തിന് ഒരുപക്ഷെ കോൺഗ്രസിനകത്തുള്ള എതിർപ്പ് കൊണ്ടാവാം മാറ്റി പറയേണ്ടി വന്നു. ഇനി ഞാൻ എന്റെ ജയരാജൻ സാർ ഒരു കാര്യം കൂടി പറയാം. ഇതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല സർ, ഇത് അറിയാഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് പ്രത്യയശാസ്ത്ര വരട്ടുവാദമാണ് നിങ്ങളെ പ്രേരിപ്പിച്ചത്. എന്റെ ഓർമ്മയിൽ 1980കളുടെ അവസാനം AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ കേരള പഠനം എന്നുള്ള ഒരു സംവാദത്തില് ഡോക്ടർ KN രാജും EM ശങ്കരൻ നമ്പൂതിരിപ്പാടും തിരുവനന്തപുരത്ത് AKG സെന്ററിൽ വെച്ച് നടന്ന ഒരു സംവാദ ഭൂമികയിൽ ആ സംവാദത്തിലെ ഇരുകൂട്ടരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലത് കാണിച്ചിരുന്നെങ്കിലും അവസാനം അവരൊരു കൺക്ലൂഷനിലെത്തി. 1980കളിലാണ് ജയരാജൻ സാറെ നിങ്ങൾ ഓർക്കണം, അവർ അടിവരയിട്ട് പറഞ്ഞു, കേരളം ഇന്ന് നേടിയിരിക്കുന്ന നേട്ടങ്ങളൊന്നും കേരളത്തിന് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതൊരു മരീചികയായി കേരളം നാശത്തിൽ അഭിനയിക്കാതിരിക്കണമെങ്കിൽ കൃഷിയും വ്യവസായവും കേരളത്തിൽ വളർന്നു പന്തലിക്കണം. 1980കളുടെ അവസാനത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടും ഡോക്ടർ KN രാജനെയും പോലുള്ള സാമ്പത്തിക വിദഗ്ധന്മാർക്കും സാമൂഹ്യ രംഗത്ത് പഠിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. പക്ഷെ ഉണ്ടായത് എന്താണ്? ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. അഡ്വക്കേറ്റ് സേനാപതി വേണു, അങ്ങ് തന്നെ പറഞ്ഞു തരൂരിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമാണ്, അത് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല എന്ന്. പക്ഷേ നോക്കൂ, തിരുവനന്തപുരത്ത് എത്രയോ വർഷങ്ങളായി ശശി തരൂർ MP ആണ്. തരൂർ കോൺഗ്രസ്സുകാരനായ MP ആണ്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വോട്ട് ചോദിച്ച് ജയിച്ചു വരുന്ന ആളാണ്. ഇവിടെ എങ്ങനെയാണ് ഈ കോൺഗ്രസിൻ്റെ നിലപാടല്ലാത്തത് തരൂരിന് ഉറക്കെ പറയാനാകുന്നത്? അതായത് ഈ കോൺഗ്രസും തരൂരും വേറെ വേറെയാണോ? കൃഷ്ണരാജെ, ഒരാള് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അയാളുടെ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് മുഴുവനായി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അഭിപ്രായമല്ല. പാർട്ടി ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് എല്ലാ പാർട്ടിക്കാരുടെയും അഭിപ്രായമാണ്. പക്ഷെ അദ്ദേഹം വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ അദ്ദേഹം തരണമല്ലോ. ഇവിടെ ഇപ്പോ അതാണ് ഞാൻ നേരത്തെ അങ്ങോട്ട് ചോദിച്ചത്. എന്താണ് ഞാൻ പറഞ്ഞതിലെ തെറ്റ്, അത് ചൂണ്ടിക്കാണിച്ച് തരൂ എന്ന് അദ്ദേഹം പറയുകയാണ്. ഞാൻ തിരുത്താൻ തയ്യാറാണെന്ന് പറയുന്നു. MM ഹസൻ പറയുന്നു, മാറ്റി നിർത്തണമെന്ന് പറയുന്നു, ഞാൻ മാറി നിൽക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. കൃത്യമായ മറുപടി പറയുന്നുണ്ട് അദ്ദേഹം. അല്ല, 46% വളർച്ച ആഗോളതലത്തിൽ നടക്കുമ്പോൾ കേരള റെക്കോർഡഡ് എ സ്റ്റാഗറിംഗ് 254% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്, എന്താ പറഞ്ഞ ഫിനോമിനൽ ഫീറ്റ്. അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ, നമ്മൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും ജീവിച്ചുകൊണ്ട് കേരളത്തെക്കുറിച്ച് പഠിക്കുമല്ലോ. നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. അങ്ങനെ ഒരു ഗ്രോത്ത് ഉള്ള കേരളത്തിലാണെങ്കിൽ ഇന്നിപ്പോ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ
ആശാ വർക്കർമാരുടെ സമരം നടക്കുകയാണല്ലോ. അപ്പൊ ഇത്രയും ഗ്രോത്തും സംരംഭവും ഉള്ള ഒരു കേരളത്തിലാണ് എങ്കിൽ ആ പാവങ്ങളൊന്നും ഈ സമരരംഗത്തേക്ക് വരേണ്ട കാര്യമില്ല. ഞാൻ ശശി തരൂരിന്റെ ലേഖനത്തിൽ മൊത്തത്തിൽ അതിനകത്ത് അദ്ദേഹം അവസാനത്തെ തൊട്ടു മുമ്പുള്ള ഒരു പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, there is a perception that this attitude only holds when they are in government and that they will return to their bad old ways if they lose the next state election in 2026. അപ്പൊ അദ്ദേഹം ഒരു പ്രിഡിക്ഷൻ തന്നെ നടത്തിയിരിക്കുകയാണ്. ഇപ്പോ ഇവരിങ്ങനെ ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വ്യവസായ സംരംഭത്തിന് അല്ലെങ്കിൽ വ്യവസായത്തിന് അനുഗുണമായ ഒരു നാടാണ് എന്ന് പറയുന്നത്. അവർക്ക് ഭരണം എപ്പോൾ നഷ്ടപ്പെടുന്നോ പഴയ സ്വഭാവത്തിലേക്ക് അവർ പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം കൊടുക്കുകയാണ്. ആ മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ ഞാൻ മൊത്തത്തിൽ പറഞ്ഞ ഈ ലേഖനത്തെ മൊത്തത്തിൽ തള്ളിക്കളയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹം ആ ലേഖനത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, 1991 ശ്രീ നരസിംഹറാവുവിന്റെ കാലത്ത് ആരംഭിച്ച ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, ലളിതവൽക്കരണം, ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തുണ്ടായ ഒരു കുതിച്ചുചാട്ടം. ആ കുതിച്ചുചാട്ടത്തിന് ചേർന്നുള്ള ഒരു വികസനം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ആദ്യം അദ്ദേഹം പറയുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നു. ഇവിടെ ഇപ്പൊ ഈ ലേഖനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് മന്ത്രി പി രാജീവ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളും തെളിവുകളും അതിനെയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. മന്ത്രി പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്, ശരിയാണ് എങ്കിൽ ഈ കാര്യം അത് എൻ്റെ ഒരു സംശയമാണ് സാർ. UN അണ്ടർ സെക്രട്ടറി ആയിരുന്നയാൾ, വിശ്വപൗരൻ എന്നറിയപ്പെടുന്നയാൾ, തിരുവനന്തപുരത്ത് ജയിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ആൾ, കോൺഗ്രസിന് തലയെടുപ്പുള്ള ഒരു നേതാവായി ഉയർത്തിക്കാട്ടാവുന്നയാൾ, ഇത്രയേറെ പുസ്തകങ്ങൾ എഴുതി വായിച്ച് ലോകവിവരങ്ങൾ പങ്കിടുന്ന ഒരാൾ പി രാജീവ് പറയുന്നത് അപ്പാടെ വിശ്വസിക്കണോ? അത് വിശ്വസിച്ച് കഥ എഴുത്താണോ അദ്ദേഹത്തിൻ്റെ ജോലി? കണക്കുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വ്യവസായ മന്ത്രിയെ മാത്രം വിശ്വസിക്കുന്നത് എത്രമാത്രം ശരിയാണ്? ഞാനൊരു ഉദാഹരണം കൂടി പറയാം. ഈ ബജറ്റ് സമയത്ത് കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഞാൻ ഓർത്തു പറയുകയാണ്. അതായത് ഒരു വകുപ്പ് സെക്രട്ടറി പറഞ്ഞതായാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിൽ ഒരു പദ്ധതി തുടങ്ങണമെങ്കിൽ പ്രഖ്യാപിച്ച് ഭരണാനുമതി അടക്കമുള്ള എല്ലാ അനുമതികളും കിട്ടി 10-12 മാസം കഴിഞ്ഞാലാണ് അതിലേക്ക് കടക്കാനാവുക എന്ന് ബജറ്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റു സംസ്ഥാനങ്ങൾ ഈ അനുമതികളെല്ലാം നേടിയെടുത്ത ശേഷം ഒരു പദ്ധതിയിലേക്ക് പോവുകയാണ്, 2-3 മാസത്തിനുള്ളിൽ അവർക്കത് ചെയ്തു തുടങ്ങാൻ സാധിക്കുന്നു എന്ന്. അപ്പോൾ വകുപ്പ് സെക്രട്ടറിമാരടക്കം പറയുന്നത് ഇതാണെന്നിരിക്കെ നിങ്ങളുടെ VD സതീശനും കെ സുധാകരനും കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും ഒക്കെ എതിർത്തു നടക്കുന്നവരെ പുകഴ്ത്തി കാണിക്കാൻ ശശി തരൂർ മനഃപൂർവ്വം ശ്രമിക്കുന്നത് എന്തിനാണ്? അല്ല, അത് ആ കാര്യത്തെക്കുറിച്ച്, ഈ ലേഖനത്തെക്കുറിച്ച് ശശി തരൂർ തന്നെ ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ പല വിശദീകരണങ്ങളും വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പൊതുവായ നയങ്ങളെയോ ഒന്നുമല്ല ഞാൻ പിന്തുണച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങുന്നതിന് വേണ്ടി ഏകജാലക സംവിധാനം വഴി 2 മിനിറ്റിനുള്ളിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുമെന്നും 2.9 ലക്ഷം പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ള വ്യവസായ മന്ത്രിയുടെ അദ്ദേഹത്തിന്റെ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെയാണ് കേരളത്തിലെങ്കിൽ അതിനെ പിന്തുണയ്ക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു സംരംഭങ്ങൾ കേരളത്തിൽ വന്നിട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ അത് ഞാനും കൃഷ്ണരാജ് ഇവിടെ ഇരിക്കുന്ന പാനലിൽ ഇരിക്കുന്ന ഡോക്ടർ ജയരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ കാണണമല്ലോ. ഇപ്പോ നിങ്ങൾ ഓരോരുത്തരും താമസിക്കുന്ന പഞ്ചായത്തുകൾ, നമുക്ക് ഏറ്റവും ചെറിയ യൂണിറ്റ് എടുക്കാം, പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ്, ഞങ്ങളുടെ വില്ലേജ് അല്ലെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്ത്, ഇല്ലെങ്കിൽ ഇന്ന വില്ലേജ് പഞ്ചായത്ത്, ഈ പഞ്ചായത്തിൽ ഇത്ര സംരംഭങ്ങൾ വന്നിരിക്കുന്നു, സംരംഭത്തിന്റെ ഉടമകൾ ഇന്ന ആളുകൾ, ഈ ഡേറ്റാസ് പുറത്തുവിടത്തന്നെ. ഇങ്ങനെ 2,90,000 എന്നുള്ള ഒരു കണക്കല്ലാതെ ആ കണക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംരംഭകരുടെ പേര് ഇതൊന്ന് പുറത്തുവിടട്ടെ. ഇതൊന്ന് പുറത്തുവിട്ടതിന് ശേഷം നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. ഈ 2,90,000 എന്നുള്ളൊരു കണക്ക്, ഒരു എണ്ണം പറഞ്ഞതിന് ശേഷം ഇതെവിടെയാണ്? നമ്മളാരും കാണുന്നില്ലല്ലോ. അത് കാണട്ടെ. കാണാനായിട്ട് നോക്കൂ, ഈ നമ്മൾ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്ന് ആവർത്തിച്ച് പറയുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. നമ്മുടെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെങ്കിൽ, നമുക്ക് നിക്ഷേപം വരുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവിടെ ഒന്നും കിട്ടിയില്ല, ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് കേന്ദ്രത്തെ നോക്കി പറയുന്നത്? ഈ തരൂർ പറയുന്ന കാര്യങ്ങൾ കേരളത്തിൻ്റെ നിലവിലത്തെ സാമ്പത്തിക അവസ്ഥയുമായി ചേർത്ത് വായിച്ചാൽ എന്താണ്? അല്ല, അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇല്ല, ചോദ്യം ഡോക്ടർ ബി ജയരാജിനോടാണ്.
ആരുടെടുത്തും കേന്ദ്രത്തിന്റെ അടുത്ത് നമ്മൾ പിച്ചച്ചട്ടിയായിട്ട് ചെന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും തരൂ എന്ന് ചോദിക്കുകയല്ല. ഇവിടുന്ന് കൊടുത്ത പൈസയുടെ ന്യായമായിട്ടുള്ള കണക്കനുസരിച്ച് അല്ല, അതെപ്പോഴും പറയുന്നത് എന്റെ ചോദ്യം അതായിരുന്നില്ല. നിലവിലത്തെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് ധനമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. ധനമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് പറയുന്നുണ്ടല്ലോ. ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാനാകുന്നില്ലല്ലോ. ആ അവസ്ഥയിൽ ഇത് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്, വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്ന് വെറുതെ പറയുന്നത് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഞാൻ പറയട്ടെ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന സംസ്ഥാനം കേരള സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് കേരളമാണ്. കേരളം അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ നിശ്ചിത തുക മാത്രമേ ഇങ്ങോട്ട് ചോദിക്കുന്നുള്ളൂ. കേരളം എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഒന്നുമല്ല, നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് തന്നെ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ സുപ്രീം കോടതി വരെ പോയത്. അത് വേറൊരു വിഷയമായതുകൊണ്ട് ഇത്രയും ഞാൻ അതിന്റെ ക്ലാരിഫിക്കേഷൻ തന്നുകൊണ്ട് ഞാൻ പറയാം. ഇത് പി രാജീവിന്റെ കണക്കൊന്നും അല്ല ശശി തരൂർ ഉദ്ധരിച്ചത്. 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ശ്രീ സേനാപതി വേണുവിനുണ്ടെങ്കിൽ അവരോട് ഇമെയിൽ അയക്കുകയോ ഫോൺ ചെയ്ത് ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്യുക. പിന്നെ ഈ 2,90,000 MSME തുടങ്ങിയെന്ന് പറയുന്നതിന്റെ കൃത്യമായ കണക്കുകൾ ഉടൻ തന്നെ അത് വരുന്നതായിരിക്കും. അത് സർക്കാരിന്റെ വെബ്സൈറ്റിൽ ഓൾറെഡി ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. വ്യവസായ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഉണ്ടെന്നാണ് എനിക്ക്, താങ്കൾക്ക് വേണമെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പം ഈ ബ്രോഡറായിട്ട് ചിന്തിക്കുന്നതിന് വളരെ സങ്കുചിതമായിട്ട് 20 വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നെങ്കിൽ, 50 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയുന്നതല്ല. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത്, നമ്മൾക്ക് ഇങ്ങനെ ഒരു സമീപനമുള്ളപ്പോൾ, നമ്മൾക്ക് ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ കേരളത്തിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്കിപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഇത് നേരത്തെ എമർജിങ് കേരളയുടെ എംബ്ലം വരെ വേറൊരു രാജ്യത്തിന്റെ അടിച്ചുമാറ്റി കൊണ്ടുവന്ന് വെച്ചതാണ്. എമർജിങ് കേരള വഴി ഏത് ഇൻഡസ്ട്രിയാണ് കേരളത്തിൽ വന്നത്? ജിയോ വഴി ഏത് ഇൻഡസ്ട്രിയാണ് ഇവിടെ വന്നത്? ഇവിടെ ലോ മെറിഡിയനിൽ വെച്ചിട്ട് നടത്തിയ ആരും മറന്നൊന്നും പോയിട്ടില്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡും മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡും. അതുകൊണ്ട് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടാക്കി കൊടുത്ത നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലം ജില്ലയിലാണ് ആ സ്ഥാപനത്തിന്റെ ഒരു ഒരെണ്ണം നിൽക്കുന്നത്. അതിലെ പോയപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ അറിയാൻ കഴിഞ്ഞത് അവിടുത്തെ കരാർ തൊഴിലാളികളിലും ഭൂരിപക്ഷം വരുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണെന്നാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ കൊല്ലത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തുച്ഛമാണ്. വളരെ കുറച്ച് ആളുകളാണ്. കൂടുതൽ ആളുകൾ ഇടതുപക്ഷത്തും കോൺഗ്രസിലുമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ കൊല്ലത്തുള്ളൂ. അപ്പോഴെങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ പുതിയ ആളുകളെ ഇറക്കി ഒരു യൂണിയൻ ഉണ്ടാക്കി അവിടെ RSP ഉണ്ടെന്ന് മനസ്സിലാക്കിക്കണം. RSPയുടെ തട്ടകത്തിലാണ് നടക്കുന്നത്. അങ്ങനെ കരിമണൽ വിൽക്കാൻ ശ്രമിക്കുക, മറ്റ് വസ്തുവകളെല്ലാം വിറ്റുമുടിക്കുക, ഇങ്ങനെയുള്ള സമീപനം സ്വീകരിച്ചത് എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ തമ്മിലുള്ള അന്തരമായിരുന്നു ഇത്രയും നാൾ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെയും ഇപ്പോഴത്തെ സർക്കാരിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ആളുകൾക്ക് കല്ലും നെല്ലും കൃത്യമായിട്ട് തിരിയാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരുന്നതെന്നും എന്തൊക്കെ ഇതാണ് ചെയ്ത്. ഇപ്പൊ ആശ്രാമ മൈതാനമുണ്ട് കൊല്ലത്ത്. കേരളത്തിൽ ആദ്യമായിട്ട് വിമാനം പറന്ന മൈതാനം, വെറും മൈതാനം ഒന്നുമില്ല. അതുപോലെ ഒരു വിമാനം പറത്തിക്കൊണ്ടാണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന് ഉദ്ഘാടനം നടത്തിയത്. അങ്ങനെ ഉദ്ഘാടനം നടത്തുക, കാൽഭാഗം പണി തീർന്ന മെട്രോയുടെ ഉദ്ഘാടനം നടത്തിയിട്ട് ഞങ്ങളുടെ വിഷനാണെന്ന് അവകാശപ്പെടുക, പാതി വഴിയിൽ ഇട്ടിട്ട് പോയ വിഴിഞ്ഞം പദ്ധതി അവരുടെ കോൺട്രിബ്യൂഷനാണെന്ന് അവകാശപ്പെടുക. ചിദംബരമൊക്കെ മന്ത്രിയായിരുന്നല്ലോ ഇവിടെ. ചിദംബരമൊക്കെ മന്ത്രിയായിരുന്നപ്പോൾ എന്തെല്ലാം ഉടക്കുകളിട്ട് കേരളത്തിൽ വിഴിഞ്ഞം പോർട്ട് വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ലോബിയിങ് ശ്രമിച്ചു. ജയറാം രമേശിനെ കൊണ്ട് എന്തെല്ലാം പരിസ്ഥിതി വിഷയങ്ങൾ ഉണ്ടാക്കിച്ചെന്നൊക്കെ കേരളത്തിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതാണ് കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ചെയ്തു കൂട്ടിയ മഹാസംഭവങ്ങൾ, കേരളത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത പ്രധാനപ്പെട്ട മഹാസംഭവങ്ങൾ. പിന്നെ ശശി തരൂർ പറഞ്ഞത് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ശശി തരൂർ പറയുന്നത് എല്ലാ കാര്യങ്ങളെ അതേ അർത്ഥത്തിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. പിന്നെ ജയകൃഷ്ണൻ ഭാഷ പറഞ്ഞ കണക്കല്ല വരട്ട് തത്വവാദം എന്ന് പറഞ്ഞ് ഇന്നും 5 or 6 രാജ്യങ്ങൾ തന്നെയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരമുള്ള 5 or 6 രാജ്യങ്ങളുണ്ട്. 5 to 6% ഇൻ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്. ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട്. ആ സമയം ഇവരുടെ പ്രത്യയശാസ്ത്രം എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്താണ്? രാഷ്ട്രബോധം അല്ലെങ്കിൽ ദേശീയത
ഇതിനപ്പുറത്തേക്ക് ഹിറ്റ്ലർ പറഞ്ഞ ദേശീയതയ്ക്ക് അപ്പുറത്തേക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ് ഭാരതീയ ജനതാ പാർട്ടി വെക്കാൻ? പക്ഷെ നിങ്ങളിപ്പോൾ ചേർത്ത് പിടിക്കുന്ന തരൂർ മോദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പക്ഷേ കൂടുതലായി പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ചാണ്. ട്രംപ് അങ്ങനെ പറഞ്ഞുവെങ്കിൽ അത് വെറുതെ ആവില്ല. ഞങ്ങളുടെ ജനങ്ങളെ നിങ്ങൾക്ക് അപമാനിച്ചയക്കാൻ കഴിയില്ലെന്ന് അടച്ചിട്ട മുറിക്കുള്ളിൽ മോദി തീർച്ചയായും ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാകും. അനധികൃതമായി കുടിയേറിയവരെ തിരികെ ഇന്ത്യയിലേക്ക് അയക്കാം, ഞങ്ങളവരെ നോക്കും, അവർ ഞങ്ങളുടെ പൗരന്മാരാണ്, കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഇട്ട് സൈനിക വിമാനത്തിൽ അവരെ അയക്കുന്നത് ശരിയല്ല എന്ന് മോദി കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും. മോദി വലിയൊരു നേതാവാണെന്ന് സമ്മതിക്കുകയാണ് ശശി തരൂർ. അപ്പോൾ നിങ്ങളിപ്പോൾ ചേർത്ത് പിടിക്കുന്ന തരൂരിനെ മോദിയെ പുകഴ്ത്തിയതിന് എന്തു പറയും? ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ. അല്ല, മോദിയെ പുകഴ്ത്തുന്നത്, ഒരാളെ കുറിച്ച് മോശം പറയുന്നതോ നല്ലത് പറയുന്നതോ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷെ ഇന്ത്യ കണ്ട കാഴ്ച എന്താണ്? ആന കിടച്ചങ്ങല ഇടുന്ന കണക്കല്ല കയ്യിലും കാലിലും കൂച്ചുവലം കിട്ട് അമേരിക്കൻ പറന്നിറങ്ങുന്ന പാവപ്പെട്ട പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരെ ഈവൻ സൗദി അറേബ്യയിൽ പോലും പൊതുവകുപ്പ് സമയത്ത് മൊട്ടയടിച്ച് കയറ്റിയിട്ടാലും ഇന്ത്യൻ പ്ലെയിനിലാണ് കൊണ്ടുവരുന്നത്. സൈനിക വിമാനത്തിൽ മൂത്രമൊഴിക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥലത്തുനിന്ന് ആളുകളെ കുത്തി നിരക്കി കൊണ്ടുവന്നിട്ട് അമൃത്സറിൽ ഇറക്കിയതൊക്കെ വളരെ ദയനീയമായിട്ട് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നൊക്കെ വിചാരിക്കുന്ന നമുക്കൊക്കെ വളരെ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ആ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വിഷയം അതല്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കട്ടെ എങ്കിൽ പോലും മോദിയെ ഇവിടെ പുകഴ്ത്തി പറയുകയാണ് തരൂർ. ഞാൻ അതിനെ കുറിച്ചാണ് അങ്ങോട്ട് ചോദിച്ചത്. അങ്ങിപ്പോൾ ആരെ ചേർത്ത് പിടിച്ചാണോ സംസാരിക്കുന്നത് അതേയാൾ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അത് ശശി തരൂരിന്റെ വിശ്വാസമാണ്. ശശി തരൂരിന്റെ വിശ്വാസമാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അത് നല്ല ചിന്തയല്ലേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇത് പി രാജീവിനെ വിശ്വസിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് അങ്ങേലേക്ക് വരാം. ഞാൻ വരാം. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ഏതായാലും ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സർവേയിൽ കേരളം രാജ്യത്ത് 1-ാം സ്ഥാനത്താണെന്നും 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിൽ ആഗോള ശരാശരിയുടെ 5 മടങ്ങ് മൂല്യം കേരളം രേഖപ്പെടുത്തിയെന്നും ഒക്കെ പറയുന്നത് സാധാരണക്കാരനെ എങ്ങനെ നോക്കിക്കാണാൻ സഹായിക്കുമെന്ന് ഇനിയും മനസ്സിലാകുന്നില്ല. നമ്മൾ വല്ലാതെ പ്രതിസന്ധിയിലാണെന്ന് ധനമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. ധനപ്രതിസന്ധി രൂക്ഷമാണെന്നിരിക്കെ ഇതൊക്കെ ചേർത്ത് വായിക്കാൻ എങ്ങനെയാണ് കഴിയുക? സാധാരണക്കാരൻ ഇതൊക്കെ എങ്ങനെയാണ് ശരിയെന്ന് മനസ്സിലാവുക എന്നൊരു ചോദ്യമുണ്ട്. ശ്രീ എം കെ ഹരിദാസ്, ഈ ശശി തരൂർ ഇതാദ്യമായിട്ടല്ല പാർട്ടിയുടെ അതിർവരമ്പ് വിട്ട് പുകഴ്ത്തലുകൾ നടത്തുന്നത്. ചിലപ്പോൾ BJPയെ പുകഴ്ത്തും, നരേന്ദ്രമോദിയെ പുകഴ്ത്തും, ചിലപ്പോൾ CPMനെ ചേർത്ത് പിടിക്കും. ഇപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. ഇത് രാഷ്ട്രീയ അസ്ഥിരതയാണോ അതോ ശരിയെന്ന് കണ്ടാൽ തുറന്നു പറയുന്ന നല്ല രാഷ്ട്രീയമാണോ? ഒരു നപുസക രാഷ്ട്രീയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പാർട്ടിയുടെ വോട്ട് മേടിച്ചിട്ട് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് ലോകസഭാംഗമായിട്ടുള്ള ഒരു വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ തരം മാറിയിട്ട് എതിർ പാർട്ടികൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപക്ഷം എന്ത് ചെയ്താലും നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോലും പ്രതിപക്ഷത്തിന്റെ ചുമതല അതിനെ എതിർക്കുക എന്നുള്ളതാണ്. അത് കേരളം ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള കാര്യമാണ്. ഒരു 15 വയസ്സ് മുതൽ രാഷ്ട്രീയത്തെ വളരെയധികം താല്പര്യത്തോടു കൂടി കാണുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വാട്ടർ ടാങ്ക് CPMന്റെ ഭരണകാലത്ത് ഒരു പഞ്ചായത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അവിടെയുള്ള കോൺഗ്രസിന്റെ അത് ഏതെങ്കിലും കാര്യം പറഞ്ഞിട്ട് എതിർക്കുക എന്നുള്ളതൊരു ശൈലിയാണ്. അത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തൊട്ടിട്ട് ഇങ്ങോട്ട് മുകളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും അതെ. അപ്പൊ രാഷ്ട്രീയത്തിൽ അത് അത്തരത്തിലുള്ളൊരു കാര്യം നിലനിൽക്കെ പാർട്ടിയുടെ വോട്ട് വാങ്ങിയിട്ട് ജയിച്ചിട്ട് അതും അദ്ദേഹത്തിന് ഇപ്രാവശ്യം സീറ്റ് കൊടുക്കുന്നതിൽ കോൺഗ്രസിന്റെ നേതൃത്വ നിരയിലുള്ള പലർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹത്തിന് ആ പാർട്ടി ആ സീറ്റ് കൊടുത്തിട്ട് തിരുവനന്തപുരം സീറ്റ് കൊടുത്തിട്ട് തർക്കമില്ലാത്ത ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചെടുത്തതിന് ശേഷം അദ്ദേഹം പാർട്ടിയോട് ചേർന്ന് നിൽക്കണം. അല്ലെങ്കിൽ പിന്നെ അതിൽ അർത്ഥമാണുള്ളത്? ഓരോരുത്തരും ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ, പാർട്ടി ജയിപ്പിക്കുന്ന ജനപ്രതിനിധികൾ പാർട്ടിയോടൊത്ത് നിൽക്കണം. പക്ഷെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പടലപ്പണക്കങ്ങളില്ലാത്തൊരു കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് 2021 പിണറായി വിജയൻ അധികാരത്തിൽ കയറിയിട്ടുള്ളത് പാരമ്പര്യ കോൺഗ്രസ് വോട്ടുകളുടെ ചോർച്ചയുണ്ടായിട്ടല്ല. നേതാക്കന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങള്
CPM-ന് അനുകൂലമായിട്ട് വോട്ടാക്കാൻ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ശ്രമിച്ചതാണ് ഈ CPM അധികാരത്തിൽ കയറിയിരിക്കുന്നത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെ ഒരു തുടർഭരണം കിട്ടത്തക്ക തോതിലുള്ള ഒരു നന്മയുള്ള ഭരണവുമല്ല ഒന്നാം പിണറായി വിജയൻ സർക്കാർ കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും അറിയാം, കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാർക്കും അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനുള്ളിലെ പാരവെപ്പിലെ കോൺഗ്രസ്സുകാര് എതിർചേരിയിലേക്ക് വോട്ട് ചെയ്തത് കൊണ്ടാണെന്നുള്ള കാര്യം മറക്കരുത്. പിന്നെ ശ്രീ ജയരാജിനോട് 1-2 കാര്യങ്ങളും കൂടി പറയാൻ വേണ്ടിയിട്ട് എന്നെ കൃഷ്ണരാജ് സമ്മതിക്കണം. അതിൽ ഒന്ന്, താങ്കളൊക്കെ 10-15 വയസ്സ് കൂടുതലുള്ളത് കൊണ്ടാണ് പാർട്ടി ക്ലാസുകളിൽ പങ്കെടുത്തപ്പോൾ കേട്ടിരിക്കുന്ന സൂക്തം എന്താണെന്നറിയോ? വെസ്പ സ്കൂട്ടർ ഉള്ളവൻ പെറ്റി ബൂർഷയാണ്. വെസ്പ സ്കൂട്ടർ അതെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അവിടെ റിട്ടയർ ആയിട്ട് നാട്ടിൽ വന്നിട്ട് ലോറിയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുന്നത് 2 ദിവസം ആ ലോറി പിടിച്ചിടേണ്ടി വന്നു നാട്ടിൽ. 1981 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതിലൊരു വെസ്പ സ്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അയാളെ ചിത്രീകരിച്ചത് അയാൾ പെറ്റി ബൂർഷയാണ്. ഒരു പാട്ട അംബാസഡർക്കാരുള്ളവൻ ബൂർഷയാണ്. ആ വെസ്പ സ്കൂട്ടർ ഉണ്ടായിരുന്നവൻ പെറ്റി ബൂർഷയും മറ്റവൻ ബൂർഷയുമായി മാറിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് പിണറായി വിജയൻ 60 ലക്ഷം രൂപയുടെ കാറിൽ സഞ്ചരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, മൂർത്തമായ സാഹചര്യത്തിലെ മൂർത്തമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് സഖാക്കളെ ബലി നൽകിക്കൊണ്ടുള്ള ഒരു സംഭവം, ഒരു സമരം നടത്തിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് എന്നുള്ള ബോധമെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ നോക്കി നോക്കൂ, ജനപ്രിയമായ ഒരു സർക്കാരിനെയാണ് ശശി തരൂർ ഇത്തരത്തിൽ പുകഴ്ത്തിപ്പാടിയതെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല സാർ. വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ കുറച്ച് വിവരങ്ങളാണ്. ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീഴ്ച വന്നിട്ടുള്ള കാര്യം അങ്ങേക്ക് അറിയാം. അതുപോട്ടെ, ആശാവർക്കർമാർ സമരം ചെയ്യുന്ന കാര്യം അങ്ങേക്ക് അറിയാം. ജനകീയ ഹോട്ടൽ പ്രശ്നം അവർക്ക് കൊടുക്കാനുള്ളത് 22 കോടി രൂപയാണ് സാർ. അടുത്തത്, കുട്ടികളുടെ ഉച്ചഭക്ഷണം കൊടുത്ത അധ്യാപകർക്ക് കൊടുക്കാനുള്ളത് 12 കോടി രൂപയാണ് സാർ. ഇനി ഇതൊന്നും വേണ്ട സാർ, തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഈയിടെ എന്നെ അങ്ങേയറ്റം ചിരിപ്പിച്ചതാണ്. 60 രൂപയാണ് തൊഴിലില്ലായ്മ വേതനമായിട്ട് ഇവിടെ കൊടുക്കുന്നത്. അത് 3 മാസത്തിൽ ഒരിക്കലാണ് അത്ര റിലീസ് ചെയ്യുന്നത്. ഇതില് ഏകദേശം 9 കോടി രൂപയോളം കുടിശ്ശികയാണ് സാർ. 60 രൂപ പ്രതിമാസം തൊഴിലില്ലായ്മ വേതനം. അത് തന്നെ തൊഴിലാളികളുടെ തൊഴിലന്വേഷകരെ അങ്ങേയറ്റം കരിവാരി തേക്കുന്ന ഒരു ഏർപ്പാടാണ്. 60 രൂപയ്ക്ക് ഒരു പാക്കറ്റ് സിഗരറ്റ് കിട്ടാത്ത ഈ നാട്ടിൽ 60 രൂപ കൊടുത്ത് അവരെ അപമാനിക്കുന്ന ആ പൈസ പോലും കുടിശ്ശിക വന്നിരിക്കുന്നു. തീർന്നില്ല സാർ. എയ്ഡ്സ് രോഗികൾക്ക് 1000 രൂപ അവർക്ക് വീട്ടിലിരുന്നിട്ട് അവരെ റിഹാബിലേഷൻ സെന്ററിൽ പാർപ്പിക്കാൻ പാടില്ലെന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നിബന്ധനകളിൽ പറയുന്നുണ്ട്. അവർക്ക് വീട്ടിലെ പുറമേയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് 1000 രൂപ കൊടുക്കുന്നുണ്ട്. ആ 1000 രൂപയിൽ 15 കോടി രൂപ അതിൽ കുടിശ്ശികയാണ് സാർ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കുടിശ്ശികയില്ലാതെ സാധാരണക്കാരന്റെ നിത്യജീവിതം ഉറപ്പുവരുത്തുന്ന വിധത്തിലെ എല്ലാവിധ കാര്യങ്ങളും ഭദ്രമായി ചെയ്യുന്ന ഒരു സർക്കാരിനെ ശശി തരൂർ പുകഴ്ത്തിയെങ്കിൽ ആ പുകഴ്ത്തലിൽ ഞാനും പങ്കാളിയാകുമായിരുന്നു. കേവലം 260 സ്റ്റാർട്ടപ്പുകൾ 2 മിനിറ്റിനുള്ളിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായിട്ട് ഇവിടുത്തെ 36% ദരിദ്രരും അതിദരിദ്രരും ഒരു ദിവസം കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന ഈ സംസ്ഥാനത്ത് അത്തരം ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മോദി സർക്കാരിനെ ആയാലും പിണറായി വിജയൻ സർക്കാരിനെ ആയാലും ശശി തരൂർ പുകഴ്ത്തിയത് കേരളത്തിലെ ജനങ്ങളോടുള്ള അങ്ങേയറ്റം ഇകഴ്ത്തലായിട്ടാണ് എന്നെ പോലുള്ളവർ കാണുന്നത്. ശ്രീ TP ജയേന്ദ്രൻ മാസ്റ്റർ, ഈ കെ സുധാകരനും VD സതീശനുമൊക്കെ വന്നപ്പോൾ പറഞ്ഞു കേട്ട ഒരു വാക്കുണ്ട്, സെമി കേഡർ സിസ്റ്റം എന്ന്. പാർട്ടിയെ സെമി കേഡറിലേക്ക് കൊണ്ടുപോവുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. ഇതിപ്പോൾ സുധാകരനും സതീശനുമൊക്കെ മുന്നിൽ വലിയൊരു കേഡറായി നിൽക്കുന്നോ തരൂർ? വളരെ കൃത്യമാണ് നിങ്ങളുടെ ചോദ്യം. നോക്കൂ, UN അണ്ടർ സെക്രട്ടറി ആയിരുന്ന, തലയെടുപ്പുള്ള, ലോകമാസകലം അദ്ദേഹത്തിന് പേരും പെരുമയും ഉണ്ടായിരുന്ന, പണം ആവശ്യമില്ലാത്ത ഒരു വ്യക്തി, ഒരു വിശ്വപൗരനെന്നോ അതൊന്നും നമുക്ക് വിളിക്കാം. അദ്ദേഹം പൊതുരംഗത്തേക്ക് വരികയും അത് അക്കാലഘട്ടത്തിൽ അത് ഏറ്റവും നല്ല പ്രസ്ഥാനമായിട്ട് അദ്ദേഹം കോൺഗ്രസിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനില്ല. അദ്ദേഹത്തിന് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, പ്രത്യാശകൾ ഉണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം എന്തെങ്കിലും സാമ്പത്തിക നേട്ടത്തിനോ, നേരത്തെ ഹരിദാസ് സാറ് പറഞ്ഞ മാതിരിയില് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ ചിട്ടവട്ടങ്ങൾക്കിടയിൽ ഒതുങ്ങി നിന്ന് ആ തരത്തിൽ എന്തെങ്കിലും ഒരു മോഹവുമായിട്ടാണ് ശശി തരൂർ വന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കുറഞ്ഞ കാലം കൊണ്ട് അദ്ദേഹം ചില തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ഒന്ന്, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം അതൊരു കുടുംബത്തിന്റെ ഒരു സ്വകാര്യ വസ്തുവായിട്ട് അവർ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്ത് പ്രത്യേക തരത്തിലുള്ള പുരോഗതിയോ മുന്നേറ്റമോ നടത്താൻ അവർക്ക് കഴിയുന്ന ഒരു അവസ്ഥയിലേക്കല്ല എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ബഹിസ്ഫുരണങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് 1-2 കാര്യങ്ങൾ മാത്രം സമയമില്ല എന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നത്
ജയരാജ് സാർ ഒരു ചികിത്സിക്കുന്ന ഡോക്ടർ അല്ല, ഒരു ഗവേഷകനാണ് എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ എല്ലാ ബഹുമാനം നിർത്തി അദ്ദേഹത്തോട് ചോദിക്കുന്നു, അല്ല സർ, കേരളം വ്യവസായ സൗഹൃദമാണെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളോട് ആ എക്സാലോജിക് ഒന്ന് കേരളത്തിൽ ആരംഭിച്ച്, നേരത്തെ പരിചയമുണ്ടല്ലോ, കേരളത്തിലെ 100 കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു എന്റർപ്രണറായിട്ട് സ്വന്തം മകളെ കേരളത്തിലേക്ക് അതിനുവേണ്ടി അദ്ദേഹം പ്രാപ്തനാക്കാത്തത് എന്തുകൊണ്ടാണ്? രണ്ടാമത്, താങ്കൾ വഴി തെറ്റിയ വഴി മാറിയാണെങ്കിലും ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പിച്ചച്ചട്ടിയുമായി കേന്ദ്രത്തിന് മുമ്പിൽ നമ്മൾ കൊടുക്കുന്നത് തന്നാൽ പോരെ? അല്ല സർ, തിരുവനന്തപുരം കോർപ്പറേഷൻ പിരിക്കുന്ന നികുതി മുഴുവൻ കോർപ്പറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ കൊടുത്താൽ അട്ടപ്പാടിയിൽ എന്തെങ്കിലും വികസന പ്രവർത്തനം നടത്താൻ അട്ടപ്പാടിയിൽ നിന്ന് കിട്ടുന്ന അട്ടപ്പാടിക്ക് കൊടുത്താൽ മതിയോ? അങ്ങ് ഇടുക്കി പാക്കേജ്, ഇടുക്കി ജില്ലക്കാർക്ക് ഇടുക്കിയിൽ നിന്നും കിട്ടുന്ന പണം അവിടെ കൊടുത്താൽ മതിയോ? സർ, കുട്ടനാട്ടുകാർക്ക് കുട്ടനാട്ടിൽ നിന്നും പിരിക്കുന്ന നികുതിയുടെ വിഹിതം കൊടുത്താൽ മതിയോ? അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷന് കൊടുക്കുന്ന പണം കോഴിക്കോട് കോർപ്പറേഷൻ പിരിക്കുന്നതിന്റെ വിഹിതം മാത്രമായിരിക്കും. എന്റെ ഗ്രാമത്തിന് കിട്ടുന്ന പണം ആകുമോ? താങ്കളെപ്പോലുള്ള ഒരാള് കേരളത്തിലെ ഇന്ത്യയുടെ സാമ്പത്തിക വിനിമയത്തിന്റെ ചരിത്രം അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഒരു ഗവേഷകനിൽ നിന്നും ഒരു ലോക്കൽ സെക്രട്ടറിയുടെയും താഴെ നിലവാരത്തിലേക്ക് ഇത്തരം ഒരു ചർച്ചയിൽ അങ്ങേ പോലെയുള്ള ഒരാൾ സംസാരിക്കുന്നതിനുള്ള വേദനയാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടാമത് അങ്ങ് ചോദിച്ച ഒരു ചോദ്യം, എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ദേശീയത പറയുന്ന BJP നൽകിയത്? സർ, അടുത്ത ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിശ്ചയിച്ചു കഴിഞ്ഞു. കേരളത്തിലോ 22% DAക്ക് അർഹരല്ലേ സർ നിങ്ങളും ഞാനും? എന്ന് കിട്ടുമെന്ന് ജയരാജൻ സാറിന് പറയാൻ സാധിക്കുമോ? അല്ല സർ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ആവശ്യ മരുന്നുകളോ ആവശ്യത്തിന് ഡോക്ടർമാരോ ഉണ്ടോ? ഇന്ത്യയിലെ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? RRTക്ക് ആവശ്യമായി, ഇന്ന് നമുക്കറിയാം വന്യമൃഗങ്ങൾ പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട വലിയ തർക്കം നടക്കുകയാണ്. RRTമാരുടെ കയ്യിലുള്ളത് കാട്ടിൽ നിന്നും വെട്ടിയെടുത്ത മുളങ്കമ്പ് മാത്രമാണ് എന്ന് സാറിന് നിൽക്കാൻ സാധിക്കും. ഏറ്റവും വലിയ വിപ്ലവം നടത്തിയ കേരളത്തിലെ വിക്ഷേപ സൗഹൃദമാണെന്നും കേരളം പുരോഗതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തില് നേരത്തെ കുറെ കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. സർ, ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് മാസം 3 കേന്ദ്രത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആനുകൂല്യം കിട്ടാൻ ബാക്കിയുണ്ടോ? കേന്ദ്ര ജീവനക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ബാക്കിയുണ്ടോ? ശമ്പള പരിഷ്കരണ കാര്യത്തിൽ, ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, കാർഷിക രംഗത്ത്, വ്യാവസായിക രംഗത്ത് ഗവൺമെന്റ് ഉണ്ടോ? മാത്രമല്ല, അന്താരാഷ്ട്ര രംഗത്തുള്ള സാമ്പത്തികമാർ ഒരു കാര്യം പറയുന്നു, ലോകത്ത്, ജയരാജൻ ശ്രദ്ധിക്കണം, ലോകത്ത് അതിദ്രുതഗതിയിൽ വികസിക്കുന്ന സാമ്പത്തിക ശക്തിയാണ് ഇന്ന് ഭാരതം. 6.2 മുതൽ 6.8 വരെയുള്ള സാമ്പത്തിക വളർച്ചാ നിരക്കുള്ള ഏതെങ്കിലും ഒരു രാജ്യം ലോകത്തുണ്ടെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ സർ, ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചെടുക്കാം. ഇന്ന് ഇന്ത്യയുടെ ആഗോള കയറ്റുമതി രംഗത്ത് ഇന്ത്യ നേടിയ നേട്ടത്തോടൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും രാജ്യത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? വളർച്ചാ നിരക്ക്. അതുകൊണ്ട് ഇത് കേവലം സാർ ഇത് മാത്രമല്ല. പക്ഷെ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, എന്നെ വേദനിപ്പിക്കുന്നത്, ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിനോട് കിടപിടിക്കുന്ന പുരോഗതി നേടിയ സംസ്ഥാനമായിരുന്നു എന്റെ കൊച്ചു സംസ്ഥാനം കേരളം. ഞാനും നിങ്ങളും അഭിമാനം കൊള്ളേണ്ട സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഈ കേരളത്തിലേക്ക് എത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ വളരെ ഇടിവ് സംഭവിക്കുന്നു എന്നുള്ളതും, കേരളം ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങളിൽ പോലും സഹായിക്കാൻ കെൽപ്പില്ലാതെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമായി പോയല്ലോ എന്നതിൽ വേദനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സർ ഞാൻ. യെസ്, സമയപരിമിതിയുണ്ട്. അഡ്വക്കേറ്റ് സേനാപതി വേണു, കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷനോട് ചോദിക്കുന്നു തരൂരിൻ്റെ ലേഖനത്തെക്കുറിച്ച്, വായിച്ചിട്ടില്ല എന്ന് മറുപടി. ഇന്നും അദ്ദേഹം പ്രതികരിച്ചു, വ്യവസായ വകുപ്പിനെ വല്ലാതെ ആക്രമിച്ചുകൊണ്ട്, പക്ഷേ തരൂരെന്ന വാക്കുച്ചരിച്ചിട്ടില്ല. എന്തുകൊണ്ട് VD സതീശനും K മുരളീധരനും KC വേണുഗോപാലും ചെന്നിത്തലയും ഒക്കെ ആഞ്ഞടിക്കുമ്പോൾ സുധാകരനു മാത്രം മൗനം? അഡ്വക്കേറ്റ് സേനാപതി വേണു. അല്ല, K സുധാകരൻ അതിനകത്ത് മൗനമല്ലല്ലോ പാലിച്ചിട്ടുള്ളത്. K സുധാകരൻ ആ ലേഖനത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനവും ആ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള ഒരു കാര്യത്തെയാണ് K സുധാകരൻ വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ചോദിച്ചത്, ആരെങ്കിലും പെട്ടിക്കടയോ മാടക്കടയോ ഇത് എന്താ പറഞ്ഞേ, അങ്ങനെ എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നത് അതാണോ സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയിരിക്കുന്ന സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ കണക്കുകൾ കൂടി പുറത്ത് വരണം എന്നുള്ള ഒരു കാര്യം കൂടി K സുധാകരൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ ചർച്ച, ഈ വിഷയത്തെ നമ്മൾ പൊതുവായിട്ട് ചർച്ച ചെയ്യുമ്പോൾ, നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 8.5 കൊല്ലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് നമ്മളെല്ലാം നേരിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ആ ഗവൺമെന്റ് ഈ പറയുന്ന വ്യവസായ വളർച്ചയും അല്ലെങ്കിൽ പുരോഗതിയും കേരളത്തിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവരുടെ അവകാശവാദമെങ്കിൽ,
ഇവിടെ മുമ്പ് ചർച്ച ചെയ്ത പോലെ എന്തിന് കേരളത്തിൽ നിന്ന് അഭ്യസ്ത വിദ്യരായ ഇത്രയും ചെറുപ്പക്കാര് ഇവരെല്ലാം പുറത്തേക്ക് പോകുന്നു? ഇവർക്ക് കേരളത്തിൽ തന്നെ നമ്മുടെ ആളുകൾക്ക് ഈ സംരംഭങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഇവർക്ക് നിൽക്കാൻ പറ്റില്ല. ഇവിടെ സംരംഭമൊന്നുമല്ല കൃഷ്ണരാജ്, കേരളം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണല്ലോ. ഈ കമ്മ്യൂണിസം കേരളത്തെ എങ്ങനെ തകർക്കുന്നു? ഇതിപ്പം കോട്ടയത്തെ ആ നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചത്, ഈ നഴ്സുമാരെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ അത് മെയിൽ നേഴ്സ് ആണെങ്കിലും ഫീമെയിൽ നേഴ്സ് ആണെങ്കിലും, ഞാൻ സൂചിപ്പിക്കാൻ കാരണം എല്ലാ കൊള്ളരുതായ്മകളുടെയും കേന്ദ്രം, അതാണ് അതിൻ്റെ യഥാർത്ഥ വാക്ക്, എല്ലാ കൊള്ളരുതായ്മകളുടെയും കേന്ദ്രം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ എക്സൈസ് മന്ത്രി സമ്മതിച്ച ഒരു കാര്യം, കേരളത്തിൽ മയക്കുമരുന്നിന്റെ വ്യാപനം അത് എന്താ പറഞ്ഞ ഭയപ്പെടുത്തുന്ന നിലയിലേക്ക് കേരളത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇതൊന്നും തടയുവാനോ കേരളത്തിലെ പൊതുസമൂഹത്തിന് അവർക്ക് സംതൃപ്തികരമായ രീതിയിലുള്ള ഭരണം നടത്താൻ ഗുണ്ടാ ആക്രമണം, ക്രിമിനലുകളുടെ ആക്രമണം, ഈ നാട്ടിൽ മനുഷ്യന് സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയല്ലേ. ഇവിടെ ചെന്താമരമാർ വാഴുന്ന ഒരു കേരളമായി കേരളത്തിന്റെ ക്രമസമാധാന നില എവിടെ എത്തിയിരിക്കുന്നു? പോലീസുകാരന്റെ നെഞ്ചും കൂടി ചവിട്ടി തകർത്ത് അവനെ കൊല്ലുന്ന ക്രിമിനലുകളുടെ ഗുണ്ടകളുടെ നാടായി മാറിയിരിക്കുന്ന ഈ കേരളത്തിൽ ഇവിടെ വ്യവസായ സൗഹൃദമാണ്, ഇവിടെ പുതിയ വ്യവസായങ്ങൾ വരുന്നു, തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പേപ്പറിൽ മാത്രമേ ഉള്ളൂ. ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ല. ഇത് പൊതുസമൂഹം കേരളത്തിൽ കാണുന്നത് വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തെയാണ് ഈ നാട്ടിലെ കൃഷിക്കാരൻ ഏറ്റവും അധികം ഇന്ന് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ കൃഷ്ണരാജ് ഇവിടുത്തെ കൃഷിക്കാരാണ്. ആ പാവങ്ങളുടെ ഭൂമിയുടെ ഭൂനികുതി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുക. ഇവിടെ എന്താണ് നടക്കുന്നത് അതാണല്ലോ നമ്മൾ മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇവിടെ വലിയ വ്യവസായ സൗഹൃദവും പുതിയ തൊഴിൽ അന്തരീക്ഷവും ഈ പറഞ്ഞ വളർച്ചയും സാമ്പത്തിക വളർച്ചയും ഉള്ള ഒരു നാടാണെങ്കിൽ ഈ പാവങ്ങളെ മുഴുവൻ കൊള്ളയടിക്കുക. ഇന്നിപ്പോ ആശാ വർക്കർമാരുടെ സമരത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടില്ലേ? അവര് ധനവകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുന്നു, അവർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച, ഒരു ആശ്വാസ വാക്കെങ്കിലും അവരോട് പറയണ്ടേ? 6000-7000 രൂപയ്ക്ക് പ്രതിമാസം ജോലി ചെയ്യുന്ന ആ സാധുക്കൾ, അല്ലെങ്കിൽ ഇവർ പറയുന്ന 10000 രൂപ, 10000 ആണെങ്കിലും 300 രൂപ, 350 രൂപ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവർക്ക് അതിൽ കൂടുതൽ കിട്ടുന്ന ഒരു നാടല്ലേ? ആ പാവങ്ങളെ, ഈ അടിസ്ഥാന വർഗത്തെ ഒന്നും സഹായിക്കാൻ കഴിയാത്ത ഈ ഗവൺമെന്റിന്റെ ഒരു പ്രവർത്തന റിപ്പോർട്ട് എന്ന നിലയിൽ ഇതൊക്കെ വരുമ്പോൾ അതാണ് കെ സുധാകരൻ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുന്നു. ഡോക്ടർ ബി ജയരാജ്, വളരെ പെട്ടെന്ന് ഒരു കൗതുകത്തിന് വേണ്ടിയാണ് ഈ ചോദ്യം. ശശി തരൂർ ആരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? ശശി തരൂരിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അങ്ങനെ ഒരു എയിമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശശി തരൂർ പൊതുവെ കണ്ട കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. ശശി തരൂരിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. അതിനകത്ത് പറയേണ്ടുന്ന സ്ഥലത്ത് ഇടതുപക്ഷത്തിന് നല്ല രീതിയിൽ കടന്നാക്രമിച്ചിട്ടുണ്ട്. ഒരു തൊട്ടും തലോടിയും നരേന്ദ്രമോദിയെയും പിന്നെ ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് മിഷനുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇതാരെയും തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ഉന്നമിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ടൊക്കെ കാണുവാണെങ്കിൽ അത് ശശി തരൂരിനെ പോലുള്ള ആളിനെ ന്യൂനീകരിച്ച് കാണുന്നതിന് തുല്യമായിരിക്കും. എന്തായാലും ഹീ ഈസ് നോട്ട് ഇൻ ദിസ് റാറ്റ് റേസ്. അത് ഞാൻ ഉറപ്പായിട്ട് പറയാം. ഈ ഓട്ടത്തിനകത്ത് ശശി തരൂർ എന്തായാലും പങ്കാളിയല്ല. ശശി തരൂരിന് ചിലപ്പോൾ മുന്നണി മാറി വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷേ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശി തരൂർ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ അവസാന ചോദ്യം ശ്രീ TP ജയേന്ദ്രൻ മാസ്റ്റർ, അങ്ങേക്ക് പറഞ്ഞവസാനിപ്പിക്കാം. ഞാൻ ഒന്ന് ചേർത്ത് വായിക്കാൻ ശ്രമിക്കുന്നത്, ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ തരൂരിനെ വിമർശിച്ചുവെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയെയും AK ആന്റണിയെയും അവർ കൊണ്ടുവന്ന വികസനങ്ങളെയും, കാക്കനാട്ട് കുറുക്കൻ നാടായിരുന്ന കാക്കനാട്ട് വികസനം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയും ആന്റണിയുമാണെന്നൊക്കെ പറഞ്ഞു വയ്ക്കാൻ കൂടുതൽ ശ്രമിച്ചത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അങ്ങേക്ക് പറഞ്ഞവസാനിപ്പിക്കാം. അല്ല, താങ്കൾ ചൂണ്ടിക്കാണിച്ചത് വളരെ കൃത്യമായ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ നേർചിത്രമാണ്. ഒരുപക്ഷെ ഉള്ളിലുള്ളത് പലരും തുറന്നു പറയുന്നില്ലെങ്കിൽ പോലും കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം ഇന്നൊരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലാണ്. ഞാൻ പറഞ്ഞു വളരെ കൃത്യമായിട്ട് കേരളം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് കേരളത്തിലെ 2 മുന്നണികൾക്കകത്തുമുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് അസ്വസ്ഥതയോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം അസ്വസ്ഥതകളാണ് ഇന്ന് ചില പൊട്ടിത്തെറികളായിട്ട്, ചില അഭിപ്രായങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരളം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന, അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അത്യപകടകരമായ ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ കേരളത്തിലെ 2 മുന്നണികൾക്കും കഴിയുമോ എന്നുള്ള ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഇന്ന് ഉറ്റുനോക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ്
ചിലരൊക്കെ കൃഷ്ണരാജ് പറഞ്ഞ മാതിരിയിൽ അഭിപ്രായം മൗനത്തിൽ ഒതുക്കുകയും ചില പൊട്ടിത്തെറികളായിട്ട് പുറത്തു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അസ്വസ്ഥതകൾ കേരളത്തിലെ ഇന്ന് ജീവിക്കുന്ന തലമുറയെ തന്നെ അസ്വസ്ഥമാക്കുകയും കേരളത്തിലെ വരും തലമുറയുടെ ജീവിതത്തെ തന്നെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയുള്ള ഒരു അവസ്ഥയായിട്ട് കേരളം മാറുകയാണ്. ആ ബഹിസ്ഫുരണമാണ് ഒരു അർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റവും ചിലരുടെ മൗനവും ചിലരുടെ പൊട്ടിത്തെറിയും ചിലരുടെ പക്ഷം ചേരലും ചിലരുടെ ഇതിനും ഒക്കെ കാരണം എന്ന് പറയാതെ വിവാഹം. യെസ്, ഏതായാലും ശശി തരൂർ പറഞ്ഞു വെച്ച വാക്കുകളൊക്കെയും രാഷ്ട്രീയ നിഷ്കളങ്കതയിൽ ആണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ വയ്യ. കാരണം കൃത്യമായി നരേന്ദ്രമോദിയെയും മറുവശത്ത് പിണറായി വിജയൻ്റെ വ്യവസായ വകുപ്പിനെയും പുകഴ്ത്തി പറയുമ്പോൾ തരൂർ ഉന്നം വയ്ക്കുന്നത് കോൺഗ്രസിനെയാണ് എന്ന കാര്യത്തിൽ സംശയവും വേണ്ട. കൗതുകത്തിനെങ്കിലും ചോദിച്ചത് തരൂർ മറ്റാരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് വിഷയം പോകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. വളരെയധികം നന്ദി ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് സേനാപതി വേണു, ഡോക്ടർ ബി ജയരാജ്, ശ്രീ എം കെ ഹരിദാസ് ചർച്ചയിൽ ഒപ്പം ചേർന്നതിന്. ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.